നമോ ഭഗവതേ വാസുദേവായ. ആരണ്യകാണ്ഡം. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ബാലികേ ശുഗകുലമൗലിമാലികേ ഗുണശാലിനി ചാരുശീലേ ചൊല്ലിടുമടിയാതെ നീലനീരദ്ദനിഭൻ നിർമ്മലൻ നിരഞ്ജൻ നീലനീരജ്ജലദലോചനൻ നാരായണൻ നീലലോഹിത സേവ്യൻ നിഷ്കളൻ നിത്യൻ പരൻ കാലദേശാനുരൂപൻ കാരുണ്യനിലയൻ പാലനപരായണൻ പരമാത്മാവു തൻ്റെ ലീലകൾ കേട്ടാൽ മതിയാകയില്ലൊരിക്കലും. ശ്രീരാമചരിതങ്ങളിതിലും വിശേഷിച്ച് സാരമായൊരു മുക്തി സാധനം രസായനം ഭാരതീ ഗുണം തവ പരമാമൃതമല്ലോ പാരാതെ പറകെന്നു കേട്ടു പൈങ്കിളി ചൊന്നാൽ. ഫാലലോചനൻ പരമേശ്വരൻ പശുപതി ബാലശീതാംശു മൗലി ഭഗവാൻ പരാപരൻ പ്രാലേയാചലമകളോടൊരുൾ ചെയ്തിടിനാൻ. ബാലികെ കേട്ടുകൊള്ളുക പാർവതി ഭക്തിപ്രിയേ രാമനാം പരമാത്മാവാനന്ദരൂപനാത്മാ രാമനദ്വയനേകനവ്യയഭിരാമൻ അത്രിതാപസപ്രവരാശ്രമേ മുനിയുമായി എത്രയും സുഖിച്ചു വാണിടിരുന്നൊരു ദിനം. മഹാരണ്യ പ്രവേശം. പ്രത്യുഷസ്യുസ്ഥായ നിൻകൃത്യകർമ്മവും ചെയ്തു നത്വാ താപസം മഹാപ്രധാനമാരംഭിച്ചാൻ. പുണ്ടരീ കൊണ്ടദ്ഭുതവേഷ്ടപുത്ര ഞങ്ങൾക്കും മുനിമണ്ഡലമണ്ഡിതമാം ദണ്ഡകാരുണ്യത്തിന് ദണ്ഡമെന്നിയെ പോവാനായി അനുഗ്രഹിക്കേണം. പണ്ഡിത ശ്രേഷ്ഠ കരുണാനിധേ തപോനിധേ ഞങ്ങളെ പെരുവയ്യെ കേട്ടണം. അതിനൊപ്പം നിങ്ങളിന്നിനയ്ക്കേണം ശിഷ്യരിൽ ചിലരെയും. ഇങ്ങനെ രാമവാക്യമത്രി മാമുനി കേട്ടു തീങ്ങിടും കൗരൂഹലം പൂണ്ടരുൾ ചെയ്തു. നേരുള്ള മാർഗം ഭവാനേവർക്കും കാട്ടിയിടുന്നീ ആരുള്ളതഹോ തവ നേർവഴി കാട്ടിയിടുവാൻ. എങ്കിലും ജഗദനുകാരിയാം നിനക്കൊരു സങ്കടം വേണ്ട, വഴി കാട്ടിടും ശിഷ്യരെല്ലാം. ചൊല്ലുവിൻ നിങ്ങൾ മുമ്പി നടക്കവെന്നവരോട് ചൊല്ലി മാമുനിതാനുമൊട്ടു പിന്നാലെ ചൊന്നാൻ. അന്നേരം തിരിഞ്ഞരുന്നരുളി ചെയ്തു മുനി തന്നോടു രാമനചന്ദ്രൻ വന്ദിച്ചു ഭക്തിപൂർവം. നിൻ തിരുവടി കനിഞ്ഞങ്ങയുന്നള്ളിയിടണം, അന്തികേ ശിഷ്യജനമുണ്ടല്ലോ വഹിക്കുമേ എന്നു കേട്ടാശീർവാദം ചെയ്തുടൻ മന്ദം മന്ദം ചെന്നുതൻ പർണശാല പൂക്കിരുന്നരുളിനാൻ. പിന്നെയും ക്രോശമാത്രം നടന്നാരവരപ്പോൾ മുന്നിലാ മാറു മഹാവാഹിനി കാണായി വന്നു. അന്നേരം ശിഷ്യകരോടരുൾ ചെയ്തു രാമൻ നിന്നതി കടപ്പതിനെന്തു പറയാനുള്ളൂ എന്നു കേട്ടവർകളും ചൊല്ലിനാരെന്തു ദണ്ഡം മന്നവൻ നല്ല തോണിയുണ്ടെന്നു ധരിച്ചാലും വേഗേനെ ഞങ്ങൾ കടത്തിയിടുന്നുണ്ടു താനും. ആകുലം വേണ്ട ഞങ്ങൾക്കുണ്ടല്ലോ പരിചയം. എങ്കിലോ തോണികരേറിടാമെന്നവർ ചൊന്നാർ. ശങ്ക കൂടാതെ ശീഘ്രം തോണിയും കടത്തിനാർ. ശ്രീരാമൻ പ്രസാദിച്ചു താപസകുമാരന്മാരോട് നിങ്ങൾ കടന്നു പോകെന്നു ചൊന്നാൻ. ചെന്നടന്നത്രിപാദം വന്നിച്ചു കുമാരന്മാർ ഒന്നുയ്യാതെ രാമവൃത്താന്തമറിയിച്ചാർ. ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരുമത ഘോരമായൊരു മഹാകാനനമകം പുക്കാറ്. ചില്ലീണ്ടങ്കാരനാദമണ്ഡിതം സിംഹവാക്യങ്ര ശല്യാദിമൃഗണാകീർണമാധവഹീനം ഘോരരാക്ഷസകുലം സേവിതം ഭയാനകം ക്രൂരസർപ്പാദിപൂർണം കണ്ടു രാഘവൻ ചൊന്നാൻ. ലക്ഷ്മണ നന്നായി നാലുപുറവും നോക്കിക്കൊള്ളുക, ഭക്ഷണാർത്ഥികളല്ലോ രാക്ഷസം പരിശകൾ. വില്ലിനി നന്നായി കുയ്യേ കുലയ്ക്കയും വേണം, നല്ലൊരു ശരമൂരിപ്പിടിച്ചു കൊള്ളുക കയ്യിൽ. മുന്നിൽ നീ നടക്കേണം വയ്യേ വൈദേഹിയും, പിന്നാലെ ഞാനും നടന്നിടുവൻ ഗതഭയം.
ജീവാത്മ പരമാത്മാക്കൾക്കു മധ്യസ്ഥനാകും ദേവിയ മഹാമായ ശക്തി എന്നതുപോലെ ആവയോർ മധ്യേ നടന്നിടുക വേണം. സീതാദേവിയുമെന്നാൽ ഒരു ഭീതിയുമുണ്ടായി വരാം. ഇത്തരമരുൾ ചെയ്തു തൽപ്രകാര പുരപ്രേണ പുരുഷോത്തമൻ ധനുർധരനായി നടന്നൊരു ശേഷം പിന്നിട്ടാരുടനൊരു യോജന വയ്യപ്പോൾ മുന്നിൽ അമ്മാറങ്ങൊരു പുഷ്കരണിയാം കണ്ടാർ. കൽഹാരോൽ പകരും മുദാംബുജ രക്തോൽപല ഫുല്ല പുഷ്പേന്ദീവര ശോഭിതമച്ഛജലം തോയപാനവും ചെയ്തു വിശ്രാന്തന്മാരായി വൃക്ഷഛായാഭൂതലെ പുനരിക്കുന്നു യഥാസുഖം. വിരാതവധം. അന്നേരമാശു കാണായി വന്നിതു വരുന്നതു ഉന്നതമായ മഹാസത്വമത്യുഗ്രാഗവും ഉദ്ധൂതവൃക്ഷം കരാളോജ്വലദംഷ്ട്രാൻവിത വക്ത്രഗ്രഹ്വരം ക്രോരാകാരമാരുണ്യകാർനേത്രം വാമാംസസ്ഥലന്യത്ര ശൂലാഗ്രത്തിങ്കലുണ്ടു ഭീമശാർദൂല സിംഹമഹിഷവരാഹാദി വാരണമൃഗവനഗോചര ജന്തുക്കളും പുരുഷന്മാരും കരനേറ്റവും തുള്ളിത്തുള്ളി പച്ചമാംസങ്ങളെല്ലാം ഭക്ഷിച്ചു ഭക്ഷിച്ചു കൊണ്ടുച്ചത്തിലല്ലറി വന്നിടുക നാനതു നേരം. ഉത്ഥാനം ചെയ്തു ശാപബാണങ്ങൾ കൈക്കൊണ്ടത് ലക്ഷ്മണൻ തന്നോടരുൾ ചെയ്തിതു രാമചന്ദ്രൻ. കണ്ടോ നീ ഭയങ്കരനായൊരു നിശാചരനുണ്ടു നമ്മുടെ നേരെ വരുന്നു ലഘുതരം സന്നാഹത്തോട് ബാണം തൊടുത്തു നോക്കിക്കൊണ്ടു നിന്നുകൊള്ളുക ചിത്തമുറച്ചു കുമാരനീ. വല്ലഭേ ബാലേ സീതേ പേടിയായി കേതുമെടോ വല്ല ജാതിയും പരിപാലിച്ചു കൊൾവനല്ലോ എന്നരുൾ ചെയ്തു നിന്നാനിതുമോന്നിളകാതെ വന്നൊണൊടുത്തു രാക്ഷസപ്രവരനും നിഷ്ഠരും തരമവട്ടെന്നാശപ്പൊട്ടും വണ്ണം അട്ടഹാസം ചെയ്തിടുവേട്ടിടും നാദം പോലെ ദൃഷ്ടിയിൽ നിന്നു കനൽ കട്ടകൾ വീയും വണ്ണം പുഷ്ടകോപേന ലോകം നെട്ടുമാറുറ ചെയ്താൻ. കഷ്ടമാഹന്ത കഷ്ടം നിങ്ങളാരിരുവരും ദുഷ്ടജന്തുക്കളേറ്റം ഉള്ളവൻ കാട്ടിലിപ്പോൾ നിൽക്കുന്നതസ്തഭയം ചാപരുളിവാണം അൽക്കലജ്ജടകളും ധരിച്ചു മുനിവേഷം കൈക്കൊണ്ടു മനോഹരിയായൊരു നാരിയോടും ഉൾക്കരുത്തേറുമതി ബാലന്മാരല്ലോ നിങ്ങൾ. കിഞ്ചന്ന ഭയം വിനാഘോരമാം കൊടുങ്കാട്ടിൽ സഞ്ചരിച്ചിടുന്നതുമെന്തൊരു മൂലം ചൊൽവിൻ. രക്ഷോവാളികൾ കേട്ടു തൽക്ഷണമരുൾ ചെയ്താൻ ഇക്ഷ്വാകുകുലനാഥൻ മന്ദഹാസാനന്തരം. രാമനെനിക്കു പേരെന്നുടെ പത്നീവൾ വാമലോചന സീതാദേവി എന്നല്ലോ നാമം. ലക്ഷ്മണനെന്നു നാം ഇവനും മത്സോദരൻ പുക്കിതു വനാന്തരം ജനകനിയോഗത്താൽ രക്ഷോജാതികളായി ഇങ്ങനെയുള്ളവരെ ശിക്ഷിച്ചു ജഗത്രയം രക്ഷിപ്പാനറികനീ. ശ്രുത്വാ രാഘവ വാക്യമട്ടഹാസവും ചെയ്തു വക്ത്രവും പിളർന്നൊരു സാലവും പറിച്ചോങ്ങി. ക്രുദ്ധനാം നിശാചരന് രാഘവനോട് ചൊന്നാൻ ശക്തനാ വിരാധനെന്നേ നിന്നെ കേട്ടിട്ടില്ലേ ഇത്രിലോകത്തിൽ ആരറിയാതെയുള്ള എത്രയും മുഠൻ ഭവാൻ എന്നിക ധരിച്ചോനു ഞാൻ. മദ്ഭയം നിമിത്തമാത്മാസരമെല്ലാം ഇപ്പോൾ ഇപ്രദേശത്തെ വെടിഞ്ഞോടനൊക്കവേ ദൂരെ പോയാർ. നിങ്ങൾക്കു ജീവക്കൈലാശമുണ്ടുല്ലെങ്കിൽ അങ്കനാരത്നത്തെയും ആയുധങ്ങളും വെടിഞ്ഞെങ്ങാനുമോടിപ്പോയിവിനായികലെനിക്കിപ്പോൾ തിങ്ങിടും വിശപ്പടക്കിയിടുവൻ ഭവാന്മാരാൽ. ഇത്തരം പറഞ്ഞവൻ മൈഥിലി തന്നെ നോക്കി സത്വരമെടുത്തുകൊണ്ടു രാഘവനപ്പോൾ പത്രികൾ കൊണ്ടു തന്നെ ഹസ്തങ്ങളറുത്തുപോൾ ക്രുദ്ധിച്ചു രാം പ്രതി വക്ത്രവും പിളർന്നതിന്ന് സത്തരം നക്തഞ്ചരൻ അടുത്താനതു നേരം അസ്ത്രങ്ങൾ കൊണ്ടു ഖണ്ഡിച്ചിടിനാൻ പാദങ്ങളും. ഭദ്രരോഷത്തോടവൻ പിന്നെയും അടുത്തപ്പോൾ
ഉത്തമാംഗവും മുറിച്ചിടിനാനെയ്തു രാമൻ. രക്തവും പരന്നിതു ഭൂമിയിൽ അതു കണ്ടു ചിത്ത കൗതുകത്തോടു പുണർന്നു വൈദേഹിയും. നൃത്തവും തുടങ്ങി നാരപ്സര സ്ത്രീകളെല്ലാം ഉച്ചം പ്രയോഗിച്ചു ദേവദുന്ദുഭികളും. അന്നേരം വിരാതൻ തന്നുള്ളിൽ നിന്നുണ്ടായൊരു ധന്യരൂപനെ കാണായി വന്നിതാകാശമാർഗെ. സ്വർണഭൂഷണം പൂണ്ടു സൂര്യസന്നിഭക്കാന്ത്യ സുന്ദര ശരീരനായി നിർമ്മലാംബരത്തോടും രാഘവം പ്രണതാർത്തിഹാരണം കൃണാകരം രാഗേന്ദുമുഖം ഭവഞ്ജനം ഭയഹരം ഇന്ദിരാരമണന്തരീവരദളശ്യാമ ഇന്ദ്രാതിവൃന്ദാകര വൃന്ദവന്ദിതപദം സുന്ദരം സുകുമാരം സുഹൃതി ജനമനോരം ഇന്ദിരം രാമചന്ദ്രം ജഗദാഭമിരാമം. വന്ദിച്ചു ദണ്ഡ നമസ്കാരവും ചെയ്തു ചിത്താനന്ദം പൂണ്ടവൻ പിന്നെ സ്തുതിച്ചു തുടങ്ങിനാൻ. ശ്രീരാമ രാമ രാമനാൻ ഒരു വിന്ധ്യാധരൻ കാരുണ്യമൂർത്തേ കമലാപദേ ധരാപദേ. ദുർവാസാവായ മുനി തന്നുടെ ശാപത്തിനാൽ ഗർഭിതനായൊരു രാത്രിഞ്ചരനായല്ലോ. നിന്തിരുവടിയുടെ മാഹാത്മ്യം കൊണ്ടു ശാപബന്ധവും തീർത്തു മോക്ഷം പ്രാപിച്ചേത് നിന്നു നാഥ. സന്തതം ഇനി ചരണാംബുജയുഗം തവ ചിന്തിക്കായി വരേണമേ മാനസത്തിനു ഭക്ത്യാ. വാണികൾ കൊണ്ടു നാമകീർത്തനം ചെയ്യാകേണം പാണികൾ കൊണ്ടു ചരണാർച്ചനം ചെയ്യാകേണം. ശ്രോത്രങ്ങൾ കൊണ്ട് കഥാശ്രവണം ചെയ്യാകേണം നേത്രങ്ങൾ കൊണ്ട് രാമലിംഗങ്ങൾ കാണാകേണം. ഉത്തമാങ്കേന നമസ്കരിക്കായി വന്നിടേണം ഉത്തമ ഭക്തന്മാർക്കു ഭൃത്യനായി വരേണം ഞാൻ. നമസ്തേ ഭഗവതേ ജ്ഞാനമൂർത്തയേ നമോ നമസ്തേ രാമായ ആത്മരാമായ നമോ നമഃ. നമസ്തേ രാമായ സീതാഭിരാമായ നിത്യം നമസ്തേ രാമായ ലോകാഭിരാമായ നമഃ. ദേവലോകത്തിനു പോവാനാഗ്രഹിക്കേണം ദേവദേവേശ പുനരൊന്നപേക്ഷിച്ചിടുന്നേൻ. നിൻ മഹാമായ ദേവി എന്നെ മോഹിപ്പിച്ചിട് കമ്പുജം വിലോചന സന്തതം നമസ്കാരം. ഇങ്ങനെ വിജ്ഞാപിതനാകിയ രഘുനാഥൻ അങ്ങനെ തന്നെ എന്ന് കൊടുത്തു വരങ്ങളും. മുക്തനെന്നിയെ കണ്ടു കിട്ടുകയില്ലെന്നേ ഭക്തിയുണ്ടായാലുടൻ മുക്തിയും ലഭിച്ചിടും. രാമനോടനുജ്ഞയും കൈക്കൊണ്ടു വിദ്യാധരൻ കാമലാഭേന പോയി നാഗലോകവും പുക്കാൻ. ഇക്കഥ ചൊല്ലി സ്തുതിച്ചിടിന പുരുഷനു ദുഷ്കൃതമകന്നു മോക്ഷത്തെയും പ്രാപിച്ചിടാം. ശരഭംഗ മന്ദിര പ്രവേശം. രാമലക്ഷ്മണന്മാരും ജാനകിതാനും പിന്നെ ശ്രീമയമായ ശരഭംഗ മന്ദിരം പുക്കാർ. സാക്ഷാലീശ്വരൻ മാംസേക്ഷണങ്ങളെ കൊണ്ട് വീക്ഷ്യതാപസവരൻ പൂജിച്ചു ഭക്തിയോടെ കന്ദഭഗ്വാദികളാദിത്യം ചെയ്തു ചിത്താനാനന്ദം ഉൾക്കൊണ്ടു ശരഭംഗനുമരുൾ ചെയ്തു. ഞാൻ അനേകം നാളുണ്ടു പാർത്തിരിക്കുന്നതത്ര ജാനകിയോടും നിന്നെ കാൺമതിനാശലാലെ. അർജുനവ ബുദ്ധ്യാ ചിരം തപസ്സാ ബഹുതരമാർജിച്ചേനല്ലോ പുണ്യമിന്നു ഞാൻ അവയെല്ലാം. മർത്യനായി പിറന്നൊരു നിനക്കു തന്നീടല് അദ്യ ഞാൻ മോക്ഷത്തിനായുദ്യോഗം പൂണ്ടേനല്ലോ. നിന്നെയും കണ്ടു മമ പുണ്യവും നിങ്കലാക്കി എന്നിയെ ദേഹത്യാഗം ചെയ്യരുതെന്നു തന്നെ ചിന്തിച്ചു ബഹുകാലം പാർത്തു ഞാനിരുന്നിതു ബന്ധം മറ്റു കൈവല്യത്തെയും പ്രാപിക്കുന്നേൻ. യോഗീന്ദ്രനായ ശരഭംഗനാം തപോധനൻ യോഗേശനായ രാമൻ തൻ പദം വണങ്ങിനാൻ. ചിന്തിച്ചുടുന്നേനന്ദ സന്തതം ചരാചര ജന്തുക്കളന്തർഭാഗേ വസന്തം ജഗന്നാഥൻ. ശ്രീരാമ ദുർവാദളശ്യാമളമംബോജാക്ഷം ചീരവാസസം ജടാമർഗുടം ധനുർധരം. സൗമിത്രി സേവ്യം ജനകാത്മജാ സമന്വിതം സൗമുഖ്യമനോഹരം കരുണാകരത്നാകരം. കുണ്ഠഭാവവും നീക്കി സീതയാ രഘുനാഥം കണ്ടിരിക്കവേ ദേഹവും ദഹിപ്പിച്ചു ലോകേശപദം പ്രാപിച്ചിടിനാൻ തപോധനൻ. ആകാശമാർഗേ വിമാനങ്ങളും നിറുത്തുടെ നാഗേശാദികൾ പുഷ്പവൃഷ്ടിയും ചെയ്തിടിനാർ. പാകശാസനൻ പദാംബോജവും വണങ്ങിനാൻ.
മൈഥില്യ സൗമിത്രിണാ താപസഗതി കണ്ടു കൗസല്യാതനയനും കൗതുകമുണ്ടായി വന്നു. തത്രൈവ കിഞ്ചിൽ കാലം കഴിഞ്ഞോരനന്തരം വൃത്രാതിമുഖ്യന്മാരുമൊക്കെ പോയി സ്വർഗം പൂക്കാർ. മുനിമണ്ഡല സമാഗമം. ഭണ്ഡകാരണ്യതലവാസികളായ മുനിമണ്ഡലം ദാശരഥി വന്നതു കേട്ടു കേട്ടു ചണ്ഡദീതി കുലജാതനാം ജഗന്നാഥൻ പുണ്ടരീകാക്ഷൻ തന്നെ കാൺമാനായി വന്നിടിനാർ. രാമലക്ഷ്മണന്മാരും ജാനകി ദേവി താനും മുനിമാരെ വീണു നമസ്കാരവും ചെയ്താർ. താപസന്മാരും ആശീർവാദം ചെയ്തവൾ കാടോർഭാഗന ആനന്ദ വിവശന്മാരായരുൾ ചെയ്താർ. നിന്നുടെ തത്വം ഞങ്ങളിങ്ങനെ റിഞ്ഞിരിക്കുന്നു. പന്നഗോത്തമതൽപേ പള്ളി കൊള്ളുന്ന ഭവാൻ ദാതാവർത്തിക്ക മൂലം ഭൂഭാരം കളവാനായി ജാതനായിതു ഭൂമി മാർത്താണ്ഡകുലത്തിങ്കൽ. ലക്ഷ്മണനാകുന്നതു ശേഷനും സീതാദേവി ലക്ഷ്മിയാകുന്നതല്ലോ ഭരത ശത്രുഘ്നന്മാർ. ശംഖചക്രങ്ങൾ അഭിഷേക വിഘ്നാദികളും സങ്കടം ഞങ്ങൾക്കു തീർത്തിടുവാനെന്നു നൂനം നാനാതാപസകുലസേവിതാശ്രമസ്ഥലം കാനനം കാൺമാനാശു നീ കൂടെ പോണിടേണം. ജാനകിയോടും സുമിത്രാത്മജനോടും കൂടി മാനസേ കാരുണ്യമായുണ്ടായി വരുമല്ലോ കണ്ടാർ എന്നരുൾ ചെയ്തു മുനിശ്രേഷ്ഠന്മാരോടുകൂടി ചെന്നവരോരോരോ മുനിപർണശാലകൾ കണ്ടാർ. അന്നേരം തലയോടുമെല്ലുകളെല്ലാം ഓരോ കുന്നുകൾ പോലെ കണ്ടു രാഘവൻ ചോദ്യം ചെയ്താർ. മർത്യമസ്തസ്യങ്ങൾ അസ്ഥികൂടവുമെല്ലാം അത്രൈവ മൂലമെന്തൊന്നിത്രയുണ്ടാവനഹോ. തദ്വാക്യം കേട്ടു ചൊന്നാർ താപസജനം രാമഭദ്രനി കേൾക്ക മുനി സത്തമന്മാരെ കൊന്നു നിർദ്ദയം രക്ഷോഗണം ഭക്ഷിക്ക നിമിത്തമായി ദേശമസ്തി വ്യാപ്തമായി ചമഞ്ഞിതു നാഥ. ശ്രുത്വാ വൃത്താന്തമിദ്ധം കാരുണ്യപരവശ ചിത്തനായൊരു പുരുഷോത്തമന്നരുൾ ചെയ്തു നിഷ്ഠൂരതരമായ ദുഷ്ടരാക്ഷസക്കുലം ഒട്ടൊയ്യാതെ കൊന്നു നഷ്ടമാക്കിയിടുവാൻ ഞാൻ ഇഷ്ടാനുരൂപം തപോനിഷ്ഠയാ വസിക്ക സന്തുഷ്ടയാ താപസകുലമിഷ്ടിയും ചെയ്തു നിത്യം. സുധീഷ്ണാശ്രമപ്രവേശം. സത്യവിക്രമനിധി സത്യവും ചെയ്തു തത്ര നിത്യസംപൂജ്യമാനനായി വനവാസികളാൽ തത്രൈവ മുനിസത്തമാശ്രമങ്ങളിൽ പൃഥ്വീനന്ദനിയോടും അനുജനോടുകൂടി സത്സംഗസർഗാനന്ദേന വസിച്ചു കഴിഞ്ഞിതു വത്സരം ത്രയോദശമക്കാലം കാണായി വന്നു. വിഖ്യാതമായ സുധീഷ്ണാശ്രമം മനോഹരം മുഖ്യതാപസകുല ശിഷ്യ സഞ്ജയപൂർണം സർവർത്തുഗുണസമ്പന്നമനുപരം സർവകാലാനന്ദദാനോദയമത്യുദ്ധതം സർവപാദഫലകതാം ഗുൽമസങ്കുലസ്ഥലം സർവസൽപക്ഷിം മൃഗഭുജംഗനിഷേവിതം. രാഘവൻ അവരജൻ തന്നോടു സീതയോടും ആഗതനായിതെന്നു കേട്ടൊരു മുനിശ്രേഷ്ഠൻ കുംഭസംഭവനാകും അഗസ്ത്യ ശിഷ്യോത്തമൻ സംപ്രീതൻ രാമമന്ത്രോപാസര സനരദൻ മുനി സംഭ്രമത്തോടു ചെന്നു കൂട്ടിക്കൊണ്ടിങ്ങു പോന്നു. സംപൂജ്യ ചരുളിനാനർഘ്യപാദാദികളാൽ ഭക്തി പൂണ്ടശ്രുജനനേത്രനായി സഗദ്ഗതം ഭക്തവത്സലനായ രാഘവനോട് ചൊന്നാൻ നിന്തരുവടിയുടെ നാമമന്ത്രത്തെ തന്നെ സന്തതം ജപിപ്പു ഞാൻ മരുൾ മൽഗുരു നിയോഗത്താൽ. ബ്രഹ്മസംശങ്കര മുഖ്യമന്തിമാം പാദമല്ലോ നിൻമഹാമായാർണവം കടപ്പാനൊരുപോതും അത്യന്തമില്ലാതൊരു പരമാത്മാവല്ലോ നീ വേദ്യമല്ലൊരു നാളും ആരാലും ഭവത്തത്വം. ത്വദ്ഭക്തഭൃത്യഭൃത്യഭൃത്യനായിടേണം ഞാൻ ത്വൽപാദാംബുജം നിത്യമുൾക്കാമ്പിലുദിക്കണം. പുത്രഭാര്യാർത്ഥ നിലയാന്തകൂപത്തിൽ വീണു ബദ്ധനാമുയുകിയിടുമെന്നെ നിൻ തിരുവടി ഭക്തവാത്സല്യ കരുണാ കടാക്ഷങ്ങൾ തന്നാൽ ഉദ്ധരിച്ചിടേണമേ സത്വരം ദയാനിധേ. മൂത്രമാംസമേദ്യാന്ത്രപുൽഗലപിണ്ഡമാകും ഗാത്രമോർത്താളമതി കശ്മലമതിങ്കലും മള്ളാസ്താം മഹാമോഹപാശാബ്ദന്തവും ഛേദിച്ചാർത്തിനാശന ഭവാൻ വായുകന്നുള്ളിൽ നിത്യം.
സർവഭൂതങ്ങളുടെ ഉള്ളിൽ വാണിടുന്നതും സർവദാ ഭവാൻ തന്നെ കേവലമെന്നാകിലും ത്വന്മന്ത്രജപപരതമാരായ ജനങ്ങളെ ത്വന്മഹാമായ ദേവി ബന്ധിച്ചിടുകയില്ല. ത്വന്മന്ത്രജപ വിമുഖന്മാരാം ജനങ്ങളെ ത്വന്മഹാമായ ദേവി ബന്ധിപ്പിച്ചിടുന്നതും സേവാനുരൂപ ഫലദാന തൽപരൻ ഭവാൻ ദേവപാദപദങ്ങളെ പോലെ വിശ്വേശ്വ പോറ്റി. വിശ്വസംഹാര സൃഷ്ടിസ്ഥിതികൾ ചെയ്യുവാനായി വിശ്വമോഹിനിയായ മായതൻ ഗുണങ്ങളാൽ രൂപപങ്കജഭവ വിഷ്ണു രൂപങ്ങളായി ചിദ്രൂപനായ ഭവാൻ വായുന്നു മോഹാത്മനാം നാനാരൂപങ്ങളായി തോന്നുന്നു ലോകത്തിങ്കൽ ഭാനുമാഞ്ചലം പ്രതി വെവ്വേറെ കാണും പോലെ. ഇങ്ങനെയുള്ള ഭഗവാ സ്വരൂപത്തെ നിത്യം അങ്ങനെ അറിഞ്ഞുപാസിപ്പു ഞാൻ ദയാനിതേ. അദ്യൈവ ഭവചരണാംബുജയുഗം മമ പ്രത്യക്ഷമായി വന്നിതു മത്ത പോൽ ബലവശാൽ. ത്വന്മന്ത്രജപ വിശുദ്ധാത്മനാം പ്രസാദിക്കും നിർമ്മലനായ ഭവാൻ ചിന്മയനെന്നാകിലും സന്മയമായി പരബ്രഹ്മമായ രൂപമായി കർമ്മമാഗോചരമായൊരു ഭവരൂപം ത്വന്മായ വിഡംബനരചിതം മാനുഷ്യകം മന്മഥ കോടി കോടി സുഭഗം കമനീയം കാരുണ്യപൂർണനേത്രം കാർമുകബാണധരം സ്മേരസുന്ദരം മുഖം അജിനാംബരധരം സീതാസംയുതം സുമിത്രാത്മജനിഷേവിത പാദപങ്കജം നീലനീരദക്കളേബരം കോമളമതിശാന്തമനന്ത ഗുണമഭിരാമരാത്മാരാമമാനന്ദ സമ്പൂർണാമൃതം പ്രത്യക്ഷമദ്യ മമ നേത്രഗോചരമായൊരു തിരുമേനി നിത്യം ചിത്തേ വായുക വേണം. മുറ്റിയിടും ഭക്ത്യാ നാമമുച്ചരിക്കായിടണം മറ്റൊരു വരമപേക്ഷിക്കുന്നേനല്ല പോറ്റി. വന്ദിച്ചു കൂപ്പി സ്തുതിച്ചീടിന മുനിയോട് മന്ദഹാസവും പൂണ്ടു രാഘവനരുൾ ചെയ്തു. നിത്യവും ഉപാസന ശുദ്ധമായിരിപ്പോരു ചിത്തം ഞാൻ അറിഞ്ഞത്രേ കാൺമാനായി വന്നു മുനെ. സന്തതം എന്നെ തന്നെ ശരണം പ്രാപിച്ചു മന്ത്രോപാസകന്മാരായി നിരപേക്ഷമാരുമായി സന്തുഷ്ടന്മാരുമുള്ള ഭക്തന്മാർക്കെന്നെ നിത്യം ചിന്തിച്ചവണ്ണം തന്നെ കാണായി വന്നിടുമല്ലോ. ത്വൽകൃതം മേതൽ സ്തോത്രം മൽപ്രിയം പഠിച്ചിടും സൽകൃതി പ്രവരനാം മർത്യനു വിശേഷിച്ചും സൽഭക്തി ഭവിച്ചിടും ബ്രഹ്മജ്ഞാനമുണ്ടാമ അല്പവും ഇതിനില്ല സംശയം നിരൂപിച്ചാൽ. താപസോത്തമ ഭവാൻ എന്നെ സേവിക്ക മൂലം പ്രാപിക്കുമല്ലോ മമ സായുജ്യം ദേഹനാശേ. ഉണ്ടാരാഗ്രഹം താവാനാചര്യ നാമഗസ്ത്യനെ കണ്ടു വന്ദിച്ചു കൊള്ളുവാനെന്തനിതാവതിപ്പോൾ. തത്രൈവ കിഞ്ചിൽ കാലം വസ്തുമുണ്ടത്യാഗ്രഹം എത്രയുണ്ടടുത്തു മഗസ്ത്യാശ്രമം മുനെ. യുദ്ധം രാമോക്തി കേട്ടു ചൊല്ലിനാൻ സുതീക്ഷണനു അദ്ഭുതസ്തേ ഭദ്രതു തോന്നിയത് നിന്നു ഞാൻ ക്യാട്ടുവാനല്ലോ വഴി കൂടെ പോനടുത്താൻ. വാട്ടമെന്നിയെ വസിക്കേണമെന്നിവിടെ നാം ഒട്ടുനാളുണ്ടു ഞാനും കണ്ടിട്ടെനി ഗുരുവിനെ. പുഷ്ടമാമോദത്തോടൊക്കത്തക്കെ പോയി കാൺമാനല്ലോ യുദ്ധമാനന്ദ പൂണ്ടു. രാത്രിയും കഴിഞ്ഞപ്പോൾ ഉദ്ധാനം ചെയ്തു സന്ധ്യാവന്ദനം കൃത്വാ ശീഘ്രം പ്രീതനാം മുനിയോടും ജാനകി ദേവിയോടും സോദരനോടും മന്ദം നടന്നു മധ്യാഹ്നേ പോയി ചെന്നിതു രാമനഗസ്ത്യാനുജാശ്രമേ. ജാവം വന്നു സൽക്കാരം ചെയ്താൻ അഗസ്ത്യ സഹജനും വന്യഭോജനവും ചെയ്തവരെല്ലാവരും അന്യോന്യ സല്ലാപവും ചെയ്തൊരുന്നൊരു ശേഷം. അഗസ്ത്യ ദർശനം. ഭാനുമാനദിച്ചപ്പോൾ അർഘ്യവും നൽകി മഹാകാനനമാകെ നടക്കൊണ്ടതു മന്ദം മന്ദം സർവദുഫല സുകുമാട്യ പാദപലതാര സംവൃതം നാനാമൃഗസഞ്ജയ നിഷേവിതം. നാനാ പക്ഷികൾ നാദം കൊണ്ടതിമനോഹരം കാനനം ജാതി വൈരരഹിത ജന്തുപൂർണം നന്ദന സമാനമാനന്ദനാട്യം മുനീനന്ദന വേദധ്വനി മണ്ഡിതം അനുപമം.
ബ്രഹ്മർഷി പ്രവരന്മാരും അരമുനികളും സമ്മോദം പൂണ്ടുവായും മന്ദിര നികരങ്ങൾ സംഖ്യമല്ലാതോളുമുണ്ടോരോരോത്തരം നല്ല സംഖ്യാവത്തുക്കളും ഉണ്ടറ്റവില്ലാതവണ്ണം ബ്രഹ്മലോകവും ഇതിനോടു നേരല്ലെന്നത്രേ ബ്രഹ്മജ്ഞന്മാരുമായുള്ളോർ ചെല്ലുന്നു കാണാം തോറും. ആശ്ചര്യമോരൊന്നിവ കണ്ടുകൊണ്ടവരും ചെന്നാശ്രമത്തിനു പുറത്തൊടുത്തു ശുഭദേശേ വിശ്രമിച്ചനന്തരമരുളി ചെയ്തു രാമൻ വിശ്രുതനായ സുധീഷ്ണനൻ തന്നോടിനിയിപ്പോൾ വേഗേന ചെന്നു ഭവാനഗസ്ത്യ മുനീന്ദ്രനോടാഗതൻ ആയൊരെന്നറി ഉണർത്തിച്ചിടണം. ജാനകിയോടും ഭ്രാതാവായ ലക്ഷ്മണനോടും കാനനദ്വാരേ വസിച്ചിടിതു ദ്വാശ്രമം. ശ്രുത്വാ രാമോക്തം സുധീഷ്ണൻ മഹാപ്രസാദം ഇത്യുക്താ സത്വരം ഗത്വാചാര്യമന്ദിരം മുദാ നത്വാ തം ഗുരുവരം അഗസ്ത്യൻ മുനികുലം സത്തമം രഘുതം ഭക്തസഞ്ജയവൃതം. രാമമന്ത്രാർത്ഥവ്യാഖ്യാ തൽപരം ശിഷ്യന്മാർക്കായി ആമദഗസ്ത്യന്മാരാത്മാ രാമം മുനീശ്വരം ആരൂഢ വിനയം കൊണ്ടാനതവക്ത്രത്തോടും ആരാൽ വീണുടൻ ദണ്ഡ നമസ്കാരവും ചെയ്താൻ. രാമനാം ദാശരഥി സോദരനോടും നിജഭാമിനിയോടും മുണ്ടിടാ ഗതനായിട്ടിപ്പോൾ നിൽക്കുന്നു പുറത്തു ഭാഗത്തു കാരുണ്യബ്ദേ നിൻ തൃക്കയല്ലിണ കൊണ്ടു വന്ദിപ്പാൻ ഭക്തിയോടെ. മുമ്പേ തന്ന കമ്പിൽ കണ്ടറിഞ്ഞിരിക്കുന്നു കുംഭസംഭവൻ പുനരെങ്കിലും അരുൾ ചെയ്താൻ. ഭദ്രം തേ നകുനാഥമാനയ ക്ഷിപ്രം രാമഭദ്രം മേ ഹൃദി സ്ഥിതം ഭക്തവത്സലം ദേവം പാർത്തിരുന്നിടുന്നു ഞാൻ എത്ര നാളുണ്ടു കാൺമാൻ. പ്രാർത്ഥിച്ചു സദാകാലം ധ്യാനിച്ചു രാമരൂപം രാമരാമേതി രാമമന്ത്രവും ജപിച്ചതിൽ കോമളം കാളമേഘ ശ്യാമളം നളിനാക്ഷം ഇത്യുക്ത്വാ സർവസമുദ്ധമായ മുനിപ്രവരോത്തമൻ മധ്യേ ചിത്തമദ്യന്ത ഭക്ത്യാ മുനി സത്തമന്മാരോടും നിജ ശിഷ്യ സഞ്ജയത്തോടും ഗത്വാ ശ്രീരാമചന്ദ്രഭക്തം പാർത്തരുൾ ചെയ്താൻ. ഭദ്രം തേ നിരന്തരമസ്തു സന്തതം രാമഭദ്രമേ ദിഷ്ട്യാചരമിദ്യൈവ സമാഗമം. യോഗ്യനായിരിപ്പോരഷ്ടാതിഥി ബലാൽ മമ ഭാഗ്യപൂർണേ തന്വേന സംപ്രാപ്തനായിതു ഭവാൻ. ആദ്യവാസരം മമ സഫലമത്രതല്ല മത്തപ്പ സാഫല്യം വന്നിതു ജഗൽപദേ. കുംഭസംഭവൻ തന്നെ കണ്ടു രാഘവൻ താനും തുമ്പിയും വൈദേഹിയും സംഭ്രമസമന്വിതം കുമ്പിട്ടു ഭക്ത്യാ ദണ്ഡ നമസ്കാരവും ചെയ്തപ്പോൾ കുംഭജന്മാവും എടുത്തെഴുന്നേൽപ്പിച്ചു ശീഘ്രം. ഗാഠാശ്ലേഷവും ചെയ്തു പരമാനന്ദത്തോടും ഗൂഢപാദീശാംശജനായ ലക്ഷ്മണനെയും ഗാത്രസ്പർശന പരമാഹ്ലാദജാതശ്രവ നേത്രക്കീലാകുലാകുലനായ താപസവരൻ ഏകേനേകരേണ സംഗൃഹ്യ രോമാഞ്ചാന്വിതം രാഘവനുടെ കരപങ്കജമതിദ്രുതം സ്വാശ്രമം ജഗാമ ഹൃഷ്ടാത്മനാ മുനിശ്രേഷ്ഠൻ ആശ്രിത ജനപ്രിയനായ വിശ്വേശം രാമം പാദ്യാർഘ്യാസനമധുപർക്ക മുഖ്യങ്ങളുമാപാദ്യ സംപൂജ്യ സുഖമായി പവിഷ്ടം നാഥം വന്യഭോജ്യങ്ങൾ കൊണ്ടു സാദരം ഭുജിപ്പിച്ചു ധന്യനാം താപോധനഗ്നേ കാന്തേ ചൊല്ലിയിടിനാൻ. അഗസ്ത്യസ്തുതി. നീ വരുന്നതും പാർത്തു ഞാനിരുന്നിതു മുന്നം ദേവകളോടും കമലാസനനോടും ഭവാൻ ക്ഷീരവാരിധി തീരത്തിങ്കൽ നിന്നരുൾ ചെയ്തു ഘോര രാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡല ഭാരോപാഹനം ചെയ്തിടുവാനെന്നു തന്നെ സാരസാനന സകലേശ്വര ദയാനിധേ ഞാനങ്ങു തുടങ്ങി വന്നിവിടെ വാണിയിടിനേനാനന്ദ സ്വരൂപനാം നിന്നുടൽ കണ്ടുകൊള്ളുവാൻ. താപസജനത്തോടും ശിഷ്യസംഘാതത്തോടും ശ്രീപാദാംബുജം നിത്യം ധ്യാനിച്ചു വസിച്ചു നാൻ. ലോകസൃഷ്ടിക്കു മുന്നമേകനാനായി ആനന്ദനായി ലോകകാരണൻ വികൽപോപാധി വിഹരതൻ തന്നുടെ മായ തനിക്കാശ്രയഭൂതനായി തന്നുടെ ശക്തിയെയും പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ടു
തൽഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ മുന്നം ദിവ്യമാമവ്യാകൃതമെന്നുപനിഷദ്വശാൽ മായാദേവിയെ മൂലപ്രകൃതി എന്നും ചൊല്ലും മായാതീതന്മാരെല്ലാം സംസൃതി എന്നും ചൊല്ലും വിദ്വാൻമാരവദ്യ എന്നും പറയുന്നുവല്ലോ ശക്തിയെ പലനാമം ചൊല്ലുന്നു പലതരം നിന്നാൽ സംക്ഷോഭ്യമാണയാകിയ മായ തന്നിൽ നിന്നുണ്ടായി വന്നു മഹത്തത്വമെന്നല്ലോ ചൊൽവു നിന്നുടെ നിയോഗത്താൽ മഹത്തത്വത്തിങ്കലെ നിന്നുണ്ടായി വന്നു പുനരഹങ്കാരവും പുര മഹത്തത്വം അഹങ്കാരവും സംസാരവും മഹദ്വേദികളേവം മൂന്നായി ചൊല്ലിയിടുന്നു സാത്വികം രാജസവും താമസവും എന്നീ വണ്ണം വേദ്യമായി ചമഞ്ഞിതു മൂന്നുമെന്നറിഞ്ഞാലും താമസത്തിങ്കൽ നിന്നു സൂക്ഷ്മതന്ത്രാത്മങ്ങളും ഭൂമിപൂർവക സ്ഥൂല പഞ്ചഭൂതവും പിന്നെ രാജസത്തിങ്കൽ നിന്നുണ്ടായ അതിന്ദ്രിയങ്ങളും തേജോരു രൂപങ്ങളായ ദൈവതങ്ങളും പിന്നെ സാത്വികത്തിങ്കൽ നിന്നു മനസ്സുമുണ്ടായി വന്നു സൂത്രരൂപകം ലിംഗം ഇവറ്റിൽ നിന്നുണ്ടായി സർവത്ര വ്യാപ്ത സ്ഥൂല സഞ്ചയത്തിങ്കൽ നിന്നു ദിവ്യനാം വിരാൾ ഉമാനുമുണ്ടായിതെന്നു കേൾപ്പു അങ്ങനെയുള്ള വിരാൾ പുരുഷൻ തന്നെയല്ലോ തിങ്ങിടും ചരാചര ലോകങ്ങളാകുന്നതും ദേവന്മാരനുഷ്യത്തിര്യഗികൾ നിജാതികൾ ബഹു സ്ഥാവര ജംഗമ മൗഖപൂർണമായുണ്ടായി വന്നു ത്വന്മായ ഗുണങ്ങളെ മൂന്നും ആശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണുദാനും രുദ്രനുമുണ്ടായി വന്നു ലോകസൃഷ്ടിക്ക് രജോ ഗുണമാശ്രയിച്ചല്ലോ ലോകേശനായ ദാതാനാഭിയിൽ നിന്നുണ്ടായി സത്വമാം ഗുണത്തിങ്കൽ ഇന്നു രക്ഷിപ്പാൻ വിഷ്ണു രുദ്രനാം തമോ ഗുണം കൊണ്ടു സംഹരിപ്പാനും ബുദ്ധിജാതികളായ വൃത്തികൾ ഗുണത്രയം നിത്യവും അംശിച്ചു ജാഗ്രൽ സ്വപ്നവും സുഷുപ്തിയും ഇവറ്റിനെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവാൻ നിവൃത്തൻ നിത്യനേകൻ അവ്യയനല്ലോ നാഥ യാതൊരു കാലം സൃഷ്ടി ചെയ്യുവാനിച്ഛിച്ച ഭവാൻ മോദമോടപ്പോൾ അംഗീകരിച്ചുമായ തന്നെ തന്മൂലം ഗുണവാനെ പോലെയായിതു ഭവാൻ ത്വന്മഹാമായ രണ്ടു വിധമായി വന്നാളല്ലോ വിദ്യയും അവിദ്യയും എന്നുള്ള ഭേദാഖ്യയാ വിദ്യയെന്നല്ലോ ചൊൽവു നിവൃത്തി നിരതന്മാർ അവിദ്യാവശന്മാരായി വർത്തിച്ചിടിന ജനം പ്രവൃത്തി നിരതന്മാരെന്നത്രേ ബദ്ധഭേദമുള്ളൂ വേദാന്ത വാക്യാർത്ഥ വേദികളായി സമന്മാരായി പാദഭക്തന്മാരായുള്ളവർ വിദ്യാത്മകരന്മാരായി അവിദ്യാവശങ്കന്മാര നിത്യസംസ്കാരികളെ അന്ന അവശ്യം തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം വിദ്യാഭ്യാസൈകരതന്മാരായ ജനങ്ങളെ നിത്യമുക്തന്മാരെന്ന് ചൊല്ലുന്നു തത്വജ്ഞന്മാർ ത്വന്മാന്ത്രോപസകന്മാരായുള്ള ഭക്തന്മാർക്ക് നിർമ്മലമായ വിദ്യ താനെ സംഭവിച്ചിടും മറ്റുള്ള മൂഢന്മാർക്കു വിദ്യയുണ്ടാകുന്നതും ചെറ്റില്ല 100,000 ജന്മങ്ങൾ കഴിഞ്ഞാലും ആകയാൽ ത്വത്ഭക്തി സമ്പന്നന്മാരായുള്ളവർ ഏകാന്തമുക്തിമാരായല്ലേതും സംശയമോർത്താൽ ത്വത്ഭക്തി സുധാഹീനന്മാരായുള്ളവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കയുമില്ല ശ്രീരാമ രഘുപതി കേവല ജ്ഞാനമൂർത്തെ ശ്രീരമണാത്മരാമ കാരുണ്യം മൃതസിന്ധോ എന്തിനു വളരെ ഞാനിങ്ങനെ പറയുന്നു ചിന്തിക്കിൽ സാരം കിഞ്ചിൽ ചൊല്ലുവൻ ധരാപതേ സാധുസംഗതി തന്നെ മോക്ഷമാരണമെന്നു വേദാന്തജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു സാധുക്കളാകുന്നതു സമചിത്തന്മാരല്ലോ ബോധിപ്പിച്ചിടാത്മജ്ഞാനവും ഭക്തന്മാർക്കായി നിസ്പൃഹന്മാരായി വിഗതൈഷണന്മാരായി സദാ ത്വൽഭക്തന്മാരായി നിവൃത്താഖിലന്മാരായി ഇഷ്ടാനിഷ്ടപ്രാപ്തികൾ രണ്ടിലും സമന്മാരായി നഷ്ടസംഗന്മാരുമായി സന്യസ്തകർമാക്കളായി തുഷ്ടന്മാനസന്മാരായി ബ്രഹ്മതൽപരന്മാരായി ശിഷ്ടാചാരൈകപരായണന്മാരായി നിത്യം യോഗാർത്ഥം യമനീയമാധിക സമ്പന്മന്മാരായി ഏകാന്തേശമതമൻ സാധനയുക്തന്മാരായി സാധുക്കളവരോട് സംഗതിയുണ്ടാകുമ്പോൾ ചേതസീ ബബൽ കഥാശ്രവണേ രതിയുണ്ടാം ത്വൽകഥാശ്രവണേന ഭക്തിയും വർദ്ധിച്ചിടും ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനമുണ്ടായി വരും
വിജ്ഞാനജ്ഞാനാദികൾ കൊണ്ട് മോക്ഷവും വരും. വിജ്ഞാതമെന്നാൽ ഗുരുമുഖൻ നിന്നിതെല്ലാം. ആകയാൽ ത്വൽഭക്തിയും നിങ്കലെ പ്രേമവായ്പും രാഘവ സദാ ഭവിക്കേണമേ ദയാനിതേ. ത്വൽപദാംശങ്ങളിലും ത്വൽഭക്തന്മാരിലുമെല്ലാം ഉൾപ്പൂവിലും ഭക്തി പുനരെപ്പോഴും ഉണ്ടാകേണം. ഇന്നല്ലോ സഫലമായി വന്നതും അവജന്മം ഇന്നു മൽകൃതു കളും വന്നിതു സഫലമായി. ഇന്നല്ലോ തപസ്സിനും സാഫല്യമുണ്ടായി വന്നു. ഇന്നല്ലോ സഫലമായി വന്നതു മുന്നേത്രവും. സീതയാ സാർദ്ധം ഹൃദി വസിക്ക സദാ ഭവൻ. സീതാ വല്ലഭ ജഗന്നാഥ ദശാന്തദാശരഥേ. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരിടത്തു കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴും എന്നു വേണ്ട നാനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മാനസേ ഭവദ്രൂപം തോന്നേണം ദയാബുധേ. കുംഭസംഭവനദി സുതിച്ചു ഭക്തിയോടെ ജമ്പാരി തന്നാൽ മുന്നം നിക്ഷിപ്തനായി ചാപം ബാണരുളി നീരലത്തോടു കൊടുത്തു ഖഡ്ഗത്തോടും ആനന്ദ വിവശനായി പിന്നെയും അരുൾ ചെയ്താൻ. ഭൂഭാരഭൂതനായ രാക്ഷസവംശം നിന്നാൽ ഭൂപദേവി നഷ്ടമായി തീരണം വൈകിടാതെ. സാക്ഷാൽ ശ്രീനാരായണായ നീ മായയോടും രാക്ഷസവധത്തിനായി മർത്യനായി പിറന്നതും 2 യോജന വഴി ചെല്ലുമ്പോൾ ഇവിടെ നിന്നുണ്ടല്ലോ പുണ്യഭൂമിയാകിയ പഞ്ചവടി. ഗൗതമി തീരെ നല്ലൊരാശ്രമം ചമച്ചതിൽ സീതയാ വസിക്ക പോയി ശേഷമുള്ളൊരു കാലം. തത്രൈവ വസിച്ചു നീ ദേവകാര്യങ്ങളെല്ലാം സത്വരം ചെയ്യുക നുടുജ്ഞ നൽകി മുനി. ജടായു സംഗമം. ശ്രുത്വൈതൽ സ്തോത്രസാരമഗസ്ത്യ സുഭാഷിതം തത്വാർത്ഥസമന്വിതം രാഘവൻ തിരുവടി. ബാണചാപാതികളും തത്രൈവ നിക്ഷേപിച്ചു വീണുടൻ നമസ്കരിച്ചഗസ്ത്യപാദാംബുജം. യാത്രയും മയപ്പിച്ചു സുമിത്രാത്മജനോടും പ്രീത്യാ ജാനകിയോടുമെഴുന്നള്ളിടും നേരം. അദ്രിശൃംഗാഭം തത്ര പദ്ധതി മധ്യേ കണ്ടു പത്രിസത്തമനാകും വൃദ്ധനാം ജടായുഷം. എത്രയും വളർന്നൊരു വിസ്മയം പൂണ്ടു രാമൻ ബദ്ധരോഷേണ സുമിത്രാത്മജനോടും ചൊന്നാൻ. രക്ഷസാം പ്രവര നീ കിടക്കുന്ന മുനി ഭക്ഷക നിവകനെ നീ കണ്ടതില്ലയോ സഖേ. വില്ലിങ്ങു തന്നിടു നീ ഭീതിയുമുണ്ടാകല്ല. കൊല്ലുന്നവേനിവനെ ഞാൻ വൈകാതെ ഇനിയിപ്പോൾ. ലക്ഷ്മണൻ തന്നോടിത്തം രാമൻ ചൊന്നതു കേട്ട് പക്ഷിശ്രേഷ്ഠനും ഭയപീഡിതനായി ചൊന്നാൻ. വധ്യനല്ലകം തവ താതനു ചെറുപ്പത്തിൽ എത്രയും ഇഷ്ടനായ വയസ്യനറിഞ്ഞാലും നിൻ തിരുവടിക്കും ഞാൻ ഇഷ്ടത്തെ ചെയ്തിടുവാൻ അന്തവ്യനല്ല ഭക്തനാം ജടായു ഞാൻ. എന്നിവ കേട്ടു ബഹുസ്നേഹമുൾക്കൊണ്ടു നാഥൻ നന്നായി ആശ്ലേഷം ചെയ്തു നൽകിനാൻ അനുഗ്രഹം. എങ്കിൽ ഞാൻ ഇരിപ്പതിനടുത്തു വസിക്കനീ സങ്കടമിനിയൊന്നുകൊണ്ടുമേ നിനക്കില്ല. ശങ്കിച്ചേനല്ലോ നിന്നെ നാനതു കഷ്ടം കഷ്ടം കിങ്കരപ്രവരനായി വായുകമേലിൽ ഭവാൻ. പഞ്ചവടി പ്രവേശം. എന്നരുൾ ചെയ്തു ചെന്നു ബുക്കതു പഞ്ചവടി തന്നിലാമാറു സീതാ ലക്ഷ്മണ സമേതനായി. പർണശാലയും തീർത്തു ലക്ഷ്മണൻ മനോജ്ഞമായി പർണപുഷ്പങ്ങൾ കൊണ്ട് തൽപ്പവുമുണ്ടാകിനാൻ. ഉത്തമങ്ക ഗംഗാ നദിക്കുത്തര തീരെ പുരുഷോത്തമൻ വസിച്ചിതു ജാനകി ദേവിയോടും. കദളീവന സാമ്രാജ്യഖില ഫലവൃക്ഷാവൃതകാനനെ ജനസംവാദവർജിതൻ നീരൂജലസ്ഥെ വിനോദിപ്പിച്ചു ദേവി തന്നെ. ശ്രീരാമൻ അയോധ്യയിൽ വാണതുപോലെ വാണാൻ. ഫലമൂലാദികളും ലക്ഷ്മണൻ അനുദിനം ഫലവും കൊണ്ടുവന്നു കൊടുക്കും പ്രീതിയോടെ. രാത്രിയിൽ ഉറങ്ങാതെ ചാപബാണവും ധരിച്ചാസ്തയാ രക്ഷാർത്ഥമായി നൽകിയിടും ഭക്തിയോടെ. സീതയെ മധ്യയാക്കി മൂവരും പ്രാതകാലെ ഗൗതമി തന്നിന് കുളിച്ചർക്യവും കഴിച്ചുടൻ പോരുമ്പോൾ സൗമിത്രി പാനീയവും കൊണ്ടുപോരും. വാരം വാരം പ്രീതി പൂണ്ടിങ്ങനെ വായുങ്കാലം. ലക്ഷ്മണോപദേശം. ലക്ഷ്മണൻ ഒരു ദിനം ഏകാന്തേ രാമദേവൻ
തൃക്കയൽ കൂപ്പി വിനയേതനായി ചൊന്നാൻ, മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനെ. ഭക്തനാമടിയോനടജ്ഞാനം നീങ്ങിയിടണം. ജ്ഞാനവിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം മാനസാനന്ദം വരുമാറുരൽ ചെയ്തിടേണം. ആരും നിന്തിരുവടിയൊഴിഞ്ഞില്ലിവയെല്ലാം നേരോടെ ഉപദേശിച്ചിടുവാൻ ഭൂമണ്ഡലെ. ശ്രീരാമനതു കേട്ടു ലക്ഷ്മണൻ തന്നോടപ്പോരുൾ രാം അരുൾ ചെയ്തതു വൈപോലെ. കേട്ടാലുമെങ്കിൽ അതിഗുഹ്യമാമുപദേശം കേട്ടോളം തീർന്നിടും വികൽപ്പ ഭൂമിമെല്ലാം. മുമ്പിനാൽ മായാ സ്വരൂപത്തെ ഞാൻ ചൊല്ലിയിടുവൻ അമ്പോടു പിന്നെ ജ്ഞാന സാധനവും ചൊല്ലാമല്ലോ. വിജ്ഞാന സഹിതമൽമാൽ ജ്ഞാനവും ചൊൽവൻ പിന്നെ വിജ്ഞേയമാത്മസ്വരൂപത്തെയും ചൊല്ലാമടോ. ജ്ഞേയമായുള്ള പരമാത്മറിയുമ്പോൾ മായാസംബന്ധ ഭയമൊക്കെ നീങ്ങിയിടുമല്ലോ. ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുതികൾ ആത്മാവെന്നുള്ള ബോധം യാതൊന്നു ജഗത്രയം ത്രയേ മായയാകുന്നതു നിർണയമതിനാലേ. കായസംബന്ധമാകും സംസാരം ഭവിക്കുന്നു ഉണ്ടല്ലോ പിന്നെയും വിക്ഷേപാഭരണങ്ങളെന്നു രണ്ടു രൂപം മായയ്ക്കെന്നറിക സൗമിത്രനീ. എന്നതിൽ മൂന്നേതല്ലോ ലോകത്തെ കൽപ്പിക്കുന്നതെന്നറിയിക്കേ. സ്ഥൂല സൂക്ഷ്മഭേദങ്ങളോടും ലിംഗാദി ബ്രഹ്മാന്തമാം അവിദ്യയാരൂപമേതും സംഘാതിദോഷങ്ങളെ സംഭവിപ്പിക്കുന്നതും ജ്ഞാനരൂപിണിയാകും വിദ്യയായതു മറ്റ് ആനന്ദപ്രാപ്തി ഹേതുഭൂതയെന്നറിഞ്ഞാലും. മായാകൽപ്പിതം പരമാത്മനീ വിശ്വമെടോ. മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്നു തോന്നിക്കുന്നു. രജ്ജു ഖണ്ഡത്തിങ്കലെന്ന പന്നഗദ്ബുദ്ധി പോലെ നിശ്ചയം വിചാരിക്കില്ലേതു മുന്നിയല്ലയോ. മാനവന്മാർ കാണപ്പെട്ടതും കേൾക്കാതെയും മാനസത്തിങ്കൽ സ്മരിക്കപ്പെടുന്നതുമെല്ലാം സ്വപ്നസന്നിഭം വിചാരിക്കയില്ലാതൊന്നല്ലോ. വിഭ്രമം കളഞ്ഞാലും വികൽപ്പമുണ്ടാകേണ്ട. ജന്മസംസാര വൃക്ഷമൂലമായതു ദേഹം തന്മൂലം പുത്രകളാതൃ സംബന്ധമെല്ലാം മായതു പഞ്ചഭൂത സഞ്ചയമായം ദേഹസംബന്ധം മായ വൈഭവം വിചാരിച്ചാൽ. ഇന്ദ്രിയദശകവും അഹങ്കാരവും ബുദ്ധി മനസ്സും ചിത്തമൂല പ്രകൃതി എന്നിതെല്ലാം ഓർത്തു കണ്ടാലും ഒരുമിച്ചിരിക്കുന്നതല്ലോ. ക്ഷേത്രമായതു ദേഹമെന്നുമുണ്ടല്ലോ നാമം. എന്നിവറ്റിങ്കൽ നിന്ന് വേറൊന്നു ജീവനതും നിർണയം പരമാത്മാ നിശ്ചലൻ നിരാമയൻ. ജീവാത്മസ്വരൂപത്തെ അറിഞ്ഞുകൊള്ളുവാനുള്ള സാധനങ്ങളെ കേട്ടുകൊള്ളുക സൗമിത്രേനെ. ജീവാത്മസ്വരൂപത്തെ അറിഞ്ഞുകൊള്ളുവാനുള്ള സാധനങ്ങളെ കേട്ടുകൊള്ളുക സൗമിത്രേനെ. ജീവാത്മാവെന്നും പരമാത്മാവെന്നതും ഓർക്കിൽ. കേവലം പര്യായ ശബ്ദങ്ങളെന്നറിഞ്ഞാലും ഭേദമേതുമേയില്ല ജന്തുമൊന്നത്രേയു നൂനം. ഭേദമുണ്ടെന്നു പറയുന്നതജ്ഞമാരല്ലോ. മാനവും ഡംബം ഹിംസ വക്രവും കാമം ക്രോധം മാനസേ വെടിഞ്ഞു സന്തുഷ്ടനായി സദാകാലം. അന്യാക്ഷേപാദികളും സഹിച്ചു സമബുദ്ധ്യ മന്യുഭാവവും അകലെ കളഞ്ഞനുദിനം. ഭക്തി കൈക്കൊണ്ടു ഗുരുസേവയും ചെയ്തു നിജ ചിത്തശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്തുകൊണ്ട് നിത്യവും സൽക്കർമ്മങ്ങളും കളവും വരുത്താതെ സത്യത്തെ സമാശ്രയിച്ചാനന്ദ സ്വരൂപനായി മാനസവചന ദേഹങ്ങളെ അടക്കത്തിക്ക് മാനസേ വിഷയ സൗഖ്യങ്ങളെ ചിന്തിയാതെ ജനന ജരാമരണങ്ങളെ ചിന്തിച്ചുള്ളിൽ അഹങ്കാരത്വേന സമഭാവനയോടും സർവാത്മാവാകുമെങ്കിലുറച്ച മനസ്സോടും സർവദാ രാമ രാമേത്യമിത ജപത്തോടും പുത്രധാരാർത്ഥാദിഷു നിസ്നേഹവും ത്വവും ചെയ്ത് ശക്തിയും ഒന്നെങ്കിലും കൂടാതെ നിരന്തരം ഇഷ്ടാനിഷ്ടപ്രാപ്തിക്ക് തുല്യഭാവത്തോടു സന്തുഷ്ടനായി വിവിക്ത ശുദ്ധസ്ഥലെ വസിക്കേണം. പ്രാകൃതജനങ്ങളുമായി വസിക്കരുതൊട്ടും. ഏകാന്ത പരമാജ്ഞാന തൽപരനായി വേദാന്ത വാക്യാർത്ഥങ്ങൾ അവലോകനം ചെയ്തു വൈദിക കർമ്മങ്ങളും ആത്മനി സമർപ്പിച്ചാൽ ജ്ഞാനവും മകരാ
മതരാകിലുറച്ചു ചമഞ്ഞിടും മാനസേ വികൽപ്പങ്ങളേതുമേയുമുണ്ടാകൊല്ല. ആത്മാവാകുന്നതെന്തെന്നുണ്ടോ കേളുതുമെങ്കിൽ ആത്മാവല്ലല്ലോ ദേഹപ്രാണബുദ്ധി അഹങ്കാരം. മാനസാദികളൊന്നും ഇവറ്റിൽ നിന്നു മേലെ മാനമില്ലാതെ പരമാത്മാവു താനേ വേറെ നിൽപ്പിതു ചിദാത്മാവു ശുദ്ധമാവ്യക്തം ബുദ്ധം. തൽപദാത്മാനാനിക ത്വൽപദാർത്ഥവുമായി ജ്ഞാനം കൊണ്ടെന്ന വഴി പോലെ കണ്ടറിഞ്ഞിടാം. ജ്ഞാനമാകുന്നതെന്നെ കാട്ടുന്ന വസ്തു തന്നെ ജ്ഞാനമുണ്ടാകുന്നത് വിജ്ഞാനം കൊണ്ടു തന്നെ. ഞാനിതെന്നറിവില്ലു സാധനമാകയാല് സർവത്ര പരിപൂർണനാത്മാവ് ചിദാനന്ദൻ സർവസത്വാന്തഗതന പരിച്ഛേദ്യനല്ലോ. ഏകനദ്വയൻ പരനവ്യയൻ ജഗന്മയൻ യോഗേശനജ്ജനഖിലാദരൻ നിരാധാരൻ നിത്യസത്യജ്ഞാനാദിലക്ഷണൻ ബ്രഹ്മാത്മകൻ ബുദ്ധ്യുപാധികളിൽ വേറിട്ടവൻ മായാമകയൻ. ജ്ഞാനം കൊണ്ടു പശ്യമൻ യോഗിനാമേകാത്മനാം ജ്ഞാനാമാചാര്യശാസ്ത്രൗഹോപദേശൈക്യജ്ഞാനം. ആത്മാനോരേവം ജീവപരയോർമൂലവിദ്യ ആത്മനീ കാര്യകാരണങ്ങളും കൂട്ടിച്ചേർന്നു ലയിച്ചിടുമ്പോളൊരവസ്ഥയല്ലോ മുക്തി. ലയത്തോടാശു വേറിട്ടിരിപ്പതാത്മാവൊന്നേ ജ്ഞാനവിജ്ഞാന വൈരാഗ്യത്തോടു സഹിതമാനന്ദമായിട്ടുള്ള കൈവല്യസ്വരൂപമിതുള്ള വണ്ണമേ പറവാനുമിതറിവാനും ഉള്ളം നല്ലുണർവുള്ളതാരും ജഗത്തിങ്കൽ. മദ്ഭക്തിയില്ലാതവർക്കെത്രയും ദുർലഭം കേൾ മദ്ഭക്തി കൊണ്ടു തന്നെ കൈവല്യവരം ദാനം. നേത്രമുണ്ടെന്നാകിലും കാൺമതിനുണ്ടു പണി രാത്രിയിൽ തൻ്റെ പദം ദീപമുണ്ടെന്നതാകിലേ നേരുള്ള വഴിയറിഞ്ഞിടാവിധവണ്ണമേ. ശ്രീരാമഭക്തിയുണ്ടെന്നാകിലേ കാണായി വരൂ ഭക്തനു നന്നായി പ്രകാശിക്കും ആത്മാവു മൗനം. ഭക്തിക്കു കാരണവും എന്തെന്നു കേട്ടാലും നീ മദ്ഭക്തന്മാരോടുള്ള നിത്യസംഗമമതും ഭക്തിമാന്മാർക്കെന്തിവോട് സേവിക്കുന്നതും ഏകാദശ്യാദിവ്രതാനുഷ്ഠാനങ്ങളും പുനർ ആകുലം എന്നിയെ സാധിച്ചു കൊള്ളുകയും മത പൂജനം വന്ദനം ഭാവനം ദാസ്യവും നല്ല ഭോജനവും അഗ്നിവിപ്രാണാം കൊടുക്കയും മത മൽകഥാപാഠശ്രവണങ്ങൾ ചെയ്യുകയും മുത മൽഗുണം നാമങ്ങളെ തീർത്തിച്ചു കൊള്ളുകയും സന്തതം മിതമെങ്കിൽ വർത്തിക്കും ജനങ്ങൾ ഘോരാനന്തരം വരാതൊരു ഭക്തിയുണ്ടായുമായി വരാം. ഭക്തി വർദ്ധിച്ചാൽ പിന്നെ മറ്റൊന്നും വേണ്ടതില്ലതും മൊത്തമാന്മാരായുള്ളവരവരല്ലോ. ഭക്തിയുക്തനു വിജ്ഞാന വൈരാഗ്യങ്ങൾ സദ്യ സംഭവിച്ചിടുമെന്നാൽ മുക്തിയും വരും. മുക്തിമാർഗം താവക പ്രശ്നാനുസാരവശാൽ ഉക്തമായതു നിനക്കെന്നാലേ ധരിക്ക നീ. വ്യക്തമല്ല നൂനമെത്രയും ഗുഹ്യം മമ ഭക്തന്മാർക്കു ഇന്നുപദേശിച്ചിടരുതല്ലോ. ഭക്തനെന്നാകിലവൻ ചോദിച്ചിടെന്നാകിലും വ്യക്തവ്യം അവനോട് വിശ്വാസം വരികയാൽ. ഭക്തി വിശ്വാസ ശ്രദ്ധായുക്തനാം മർത്യനിതു നിത്യമായി പാഠം ചെയ്കില്ല അപജ്ഞാനമകന്നു പോകും. ഭക്തി സംയുക്തന്മാരാം യോഗീന്ദ്രന്മാർക്കു നൂനം ഹസ്തസംസ്ഥിതിയല്ലോ മുക്തി എന്നറിഞ്ഞാലും. ശൂർപ്പണഖാഗമനം. ഇത്തരം സൗമിത്രിയോടരുളി ചെയ്തു പുനരിത്തിരി നേരമിരുന്നിടനന്തരം ഗൗതമീ തീരെ മഹാകാനനെ പഞ്ചവടി ഭൂതലെ മനോഹരെ സഞ്ചരിച്ചിടുന്നൊരു യാമിനി ചരീജനസ്ഥാനവാസിനിയായ കാമരൂപിണി കണ്ടാൽ കാമിനി വിമോഹിനി പങ്കജധ്വജ കുലിശാങ്കിതങ്ങളാൽ ഭംഗി തേടും പദപാദങ്ങളതു നേരം പാദസൗന്ദര്യം കണ്ടു മോഹിതയാകയാലേ കൗതുകം ഉൾക്കൊണ്ടു രാമാശ്രമമകം പൂക്കാൾ. ഭാനുമണ്ഡല സഹസ്രോജ്വലം രാമനാഥം ഭാനുഗോത്രജനം ഭവഭയനാശനം പരം മാനവവീരം മനോമോഹനം മായാമയം മാനസഭവ സമം മാധവം മധുഹരം. ജാനകിയോടും കൂടെ വാണിടുന്നതു കണ്ട് മീനകേതന ബാണപീഡിതയാളേറ്റം സുന്ദരവേഷത്തോടും മന്ദഹാസവും പുയിന്നിന്ദിരാവരനോട് മന്ദമായുര ചെയ്താൽ ആരടോ ഭവാൻ ചൊല്ലിടാരു പുത്രനെന്നും
നേരോടെന്തെനിക്കു വരുവാൻ മൂലമെന്നും എന്തൊരു സാധ്യം ജഡാവൽക്കലാദികളെല്ലാം എന്തിനു ധരിച്ചിതു താപസവേഷമെന്നും എന്നുടെ പരമാർത്ഥം മുന്നേ ഞാൻ പറഞ്ഞിടാം നിന്നോട്. നീ എന്നോട് പിന്നെ ചോദിക്കുമല്ലോ, രാക്ഷസേശ്വരനായ രാവണ ഭഗിനി നാനാഖ്യയാ ശൂർപ്പണക കാമരൂപിണിയല്ലോ. ഖരദൂഷണ സ്ത്രീ ശിരാക്കളൻ ഭ്രാതാക്കന്മാരാർക്കിരേ ജനസ്ഥാനേ നാനിരിപ്പതു സദാ. നിന്നെ നാനാരെന്നതുമറിഞ്ഞീലതും പുനരെന്നോട് പരമാർത്ഥം ചൊല്ലണം ദയാനിധേ സുന്ദരി. കേട്ടുകൊള്ളുക ഞാൻ അയോധ്യാധിപതി നന്ദനൻ ദാശരഥി രാമനെന്നല്ലോ നാമം. എന്നുടെ ഭാര്യ ഇവൾ ജനകാത്മജാ സീത ധന്യേ മൽഭ്രാതാവായ ലക്ഷ്മണൻ നിവനടോ. എന്നാൽ എന്തൊരു കാര്യം നിനക്കു മനോഹരേ, നിന്നുടെ മനോഗതം ചൊല്ലുക മടിയാതെ. എന്നതു കേട്ട നേരം ചൊല്ലിനാൾ നിശാചരി, എന്നോട് കൂടെ പോന്നു രമിച്ചു കൊള്ളേണം നീ. നിന്നെയും പിരിഞ്ഞു പോവാൻ മമ ശക്തി പോരാ, എന്നെ നീ പരിഗ്രഹിച്ചിടേണം മടിയാതെ. ജാനകി തന്നെ കടാക്ഷിച്ചിതു പുഞ്ചിരി പൂണ്ടു മാനവവീരനവളോടുരൽ ചെയ്തിടിനാൻ. നാനിക തപോധന വേഷവും ധരിച്ചോരോ കാനനം തോറും നടന്നിടുന്നു സദാകാലം. ജാനകിയാകും ഇവളെന്നുടെ പത്നിയല്ലോ, മാനസേ പാർത്താൽ വെടിഞ്ഞിടരുതൊന്നുകൊണ്ടും. സാപജ്ഞാദ്ഭവ ദുഃഖം എത്രയും കഷ്ടം കഷ്ടം, താപത്തെ സഹിപ്പതിന്നോളല്ല നീയുമെടോ. ലക്ഷ്മണൻ മമ ഭ്രാതാ സുന്ദരൻ മനോഹരൻ, ലക്ഷ്മി ദേവിക്കു തന്നെയൊക്കും നീയെല്ലാം കൊണ്ടും. നിങ്ങളിൽ ചേരുമേറെ നിർണയം മനോഹരേ, സംഘവും നിന്നിലേറ്റം വർദ്ധിക്കും അവനടോ. മംഗളശീലനനുഗ്രൂപനെത്രയും നിനക്കങ്ങു നീ ചെന്നു ഭരിഞ്ഞിടുക വൈകിടാതെ. എന്നതു കേട്ട നേരം സൗമിത്രി സമീപേ പോയി ചെന്നവൾ അപേക്ഷിച്ചാൽ ഭർത്താവാകെന്നു തന്നെ ചൊന്നവളോട് ചിരിച്ചവനു മുര ചെയ്താൻ. എന്നുടെ പരമാർത്ഥം നിന്നോട് പറഞ്ഞിടാം, മന്നവനായ രാമൻ തന്നുടെ ദാസൻ നാനോ. ധന്യേ നീ ദാസയാവാൻ തക്കവളല്ലയല്ലോ. ചെന്നു നീ ചൊല്ലിയിടകിശേശ്വരനായ രാമൻ തന്നോടു തവ കുലശീലാചാരങ്ങളെല്ലാം. എന്നാൽ അന്നേരം തന്നെ കൈക്കൊള്ളുമല്ലോ രാമൻ നിന്നെ. എന്നതു കേട്ടു രാവണ സഹോദരി പിന്നെയും രഘുകുലനായകനോട് ചെന്നാൾ, എന്നെ നീ പരിഗ്രഹിച്ചിടുക നല്ലു. നിനക്കൊന്നും കൊണ്ടുമേയൊരു സങ്കടമുണ്ടായി പരമന്നവാഗിരിവന ഗ്രാമദേശങ്ങൾ തോറും എന്നോടു കൂടെ നടന്നോരോരോ ഭോഗമെല്ലാം അന്യോന്യം ചേർന്നു ഭുജിക്കായി വരുമനാദരം. ഇത്തരം അവൾ അരുള ചെയ്തതു കേട്ട നേരം ഉത്തരം അരുൾ ചെയ്തു രാഘവൻ തിരുവടി. ഒരുത്തനായാൽ അവനരികെ ശുശ്രൂഷിപ്പോ ഒരുത്തി വേണം അതിനവളുണ്ടെനിക്കിപ്പോൾ. ഒരുത്തി വേണം അവനിത് നാരെന്നു തിരഞ്ഞിരിക്കും നേരം. ഇപ്പോൾ നിന്നെയും കണ്ടുകിട്ടി വരുത്തും ദൈവമൊന്നു കൊതിച്ചാലിനി നിന്നെ ഭരിച്ചു കൊള്ളാം അവനില്ല സംശയമേതും. ണെതിരേക്കെന്നി നിനക്കാലം കളഞ്ഞിടാതെ ചൊൽക, കരത്തെ ഗ്രഹിച്ചിടും കടുക്കെന്നവനടോ. രാഘവവാക്യം കേട്ടു രാവണ സഹോദരി വ്യാകുല ചേതസോടും ലക്ഷ്മണാന്തികെ വേഗാൽ ചെന്നു നിന്നപേക്ഷിച്ച നേരത്തു കുമാരന് ഒന്നോടിത്തരം പറഞ്ഞിടല്ല വെറുതെ നീ. നിന്നിലുള്ളേതും ഒരു കാംക്ഷയെന്നറിക നീ. മന്നവനായ രാമൻ തന്നോട് പറഞ്ഞാലും പിന്നെയും അത് കേട്ടു രാഘവ സമീപേ പോയി ചെന്നു നിന്നപേക്ഷിച്ചാളാശയാ പലതരം കാമവാശാഭംഗം കൊണ്ടു പോപവും അതിപ്രേമമാക ലസ്യവും പൂണ്ടു രാക്ഷസിയപ്പോൾ. മായാരൂപവും വേർപെട്ടഞ്ജനശൈലം പോലെ കായാകാരവും ഘോരദംഷ്ട്രയും കൈക്കൊണ്ടേറ്റം കമ്പമുൾക്കൊണ്ടു സീതാദേവിയോടടുത്തപ്പോൾ. സംഭ്രമത്തോടു രാമൻ തടുത്തു നിർത്തും നേരം ബാലകൻ കണ്ടു ശീഘ്രം കുതിച്ചു ചാടി വന്നു വാളുരറിയൂറി കാതും മുലയും മുക്കും എല്ലാം ഛേദിച്ചന്നേരം അലറി മുറയിട്ട നാദത്തെ കൊണ്ടു ലോകമൊക്കെ മറ്റൊലി കൊണ്ടു നീലപർവ്വതത്തിന്റെ മുകളിൽ നിന്നു ചാടി നാലഞ്ചു വഴി വരുമരുമാവിയാറുപോലെ ചോരയും ഒലിപ്പിച്ചു കാളരാത്രിയെ പോലെ. ഘോരയാം നിശാചരി വേഗത്തിൽ നടക്കൊണ്ടാൾ രാവണൻ തന്റെ വരവുണ്ടിനിയിപ്പോൾ എന്നു ദേവദേവന്മാരരുളി ചെയ്തെന്നരുളിനാൽ രാക്ഷസപ്രവരനായിടിന ഖരൻ മുമ്പിൽ
പക്ഷമറ്റനവനിൽ പർവ്വതം വീണ പോലെ രോദനം ചെയ്തു മുമ്പിൽ പതനം ചെയ്തു നിജ സോദരി തന്നെ നോക്കിച്ചൊല്ലിനാനാശുകരൻ മൃത്യുത്തൻ വക്രത്തിങ്കൽ സത്വരം പ്രവേശിച്ചരത്ര ചോരാനെന്ന് ചൊന്നത്രയും വിരയെ നീ വീർത്തു വീർത്തേറ്റം വിറച്ചറി സഗദ്ഗദമാർത്തി പൂണ്ടൊത്തു ഭീത്യാ ചൊല്ലാനവളപ്പോൾ മർത്യന്മാർ ദശരഥപുത്രന്മാരിരുവരും ണ്ടൊത്തും അവഗുണം വാന്മാരെത്രയും പ്രസിദ്ധന്മാർ രാമലക്ഷ്മണന്മാരെന്നവർക്ക് നാമമൊരു കാമിനിയുണ്ടു കൂടെ സീതയെന്നവൾക്കു പേര് അഗ്രജൻ നിയോഗത്താലുഗ്രനാമവരജൻ ഖഡ്ഗേന ഛേദിച്ചതു മൽക്കുജാതികളെല്ലാം ശൂരനായിടും നീ ഇന്നവരെ കൊല ചെയ്ത് ചോര നൽകുക ദാഹം തീരുമാറെനിക്കിപ്പോൾ പച്ചമാംസവും തിന്നു രക്തവും പാനം ചെയ്കീലിച്ച വന്നിടും മമ നിശ്ചയമറിഞ്ഞാലും എന്നിവ കേട്ടുകരൻ കോപത്തോടുര ചെയ്താൻ ദുർനയമെന്നേറെയുള്ള മാനുഷാധന്മാരെ കൊന്നു മൽഭഗിനിക്കു ഭക്ഷിപ്പാൻ കൊടുക്കണം എന്നതിനാശു 14 പേർ പോകനി നീ കുടിച്ചെന്നു കാട്ടുകൊടുത്തിക്കൊണ്ടാലിവൻ ആകുതം വരുത്തിയിടും നിനക്കു മടിയാതെ എന്നവളോട് പറഞ്ഞയച്ചാൻ കരനേറ്റം ഉന്നതന്മാരാം 14 രാക്ഷസരെയും ശൂലമുൽഗര മുസലാശേഷു ബിണ്ടി പാലാതി പലവിധമായുധങ്ങളുമായി ക്രുദ്ധന്മാരാർത്തു വിളിച്ചുദ്ധതന്മാരായി ചെന്നു യുദ്ധസന്നദ്ധന്മാരായി അടുത്താരൊരു നേരം ബദ്ധവൈരേണ 14 ഒരുമിച്ചു ശസ്ത്രൗകം പ്രയോഗിച്ചാർ ചുറ്റും നിന്നൊരിക്കിലേ മിത്രഗോത്രാഭൂതനാമുത്തമോത്തമൻ രാമൻ ശത്രുക്കളെ അയച്ചൊരു ശത്രൗഖം വരുന്നേരം പ്രത്യേകമോരാശരം കൊണ്ടവ കണ്ടിച്ചുടൻ പ്രത്യർത്ഥി ജനത്തെയും വധിച്ചാനൊരോത്തിനാൽ ശൂർപ്പണഖയും അതു കണ്ടു പേടിച്ചു മണ്ടി ബാഷ്പവും തൂകിക്കരൻ മുമ്പി വീണറിഞ്ഞീനാൻ എങ്ങു പോയി കളഞ്ഞതു നിന്നോടുകൂടെ പറഞ്ഞിങ്ങു നിനച്ചാവച്ചാര് 14 ചൊൽനീ അങ്ങു ചെന്നേറ്റ നേരം രാമസായകങ്ങൾ കൊണ്ടിങ്ങനെ നീ വരാതെ വണ്ണം പോയാർ തെക്കോട്ടവർ എന്നു ശൂർപ്പണകയും ചൊല്ലിനാളതു കേട്ട് വന്ന കോപത്താൽ കരൻ ചൊല്ലിനാനതു നേരം പോരിക നിശാചരൻ 14,000 പോരിന് ദൂഷണൻ മരുവനുജൻ ശിരാവും ഘോരനാം ഖരനേവം ചൊന്നതു കേട്ട നേരം ശൂരനാം തിരിശാരവും പടയും പുറപ്പെട്ടു വീരനാം ദൂഷണനും വരനും കർണടകൊണ്ടു ധീരതയോട് യുദ്ധം ചെയ്വതിനുന്നേറ്റേ രാസപ്പടയോട് രാക്ഷസപ്പടയുടെ രൂക്ഷമാം കോലാഹലം കേൾക്കായ നേരം രാമൻ ലക്ഷ്മണനോട് ചൊന്നാൻ ബ്രഹ്മാണ്ടം നടുങ്ങുമേരെന്തൊരു ഘോഷമിട്ട് നമ്മുടെ യുദ്ധത്തിനു വരുന്നു രക്ഷോബലം ഘോരമായിരിപ്പോരു യുദ്ധവുമുണ്ടാമിപ്പോൾ ധീരതയോടുമത്ര നീയൊരു കാര്യം വേണം മൈഥിലി തന്നെയൊരു ഗുഹയിലാക്കിക്കൊണ്ട് ഭീതി കൂടാതെ പരിപാലിക്ക വേണം ഭവാൻ ഞാനൊരുത്തനെ പെരും ഇവരെയൊക്കെ കൊള്ളുവാൻ മാനസേ നിനക്കു സ്നേഹമുണ്ടായില്ലോടോ മറ്റൊന്നും ചൊല്ലിന്നെന്നായി ആണമിട്ടു കറ്റവാർ കുയലെ ദഹിച്ചു കൊള്ളേണം നീ ലക്ഷ്മി ദേവിയെയും കൊണ്ടങ്ങനെ തന്നെ എന്ന് ലക്ഷ്മണൻ തൊഴുതുപോയി ഗഹ്വരം മകം പുക്കാൻ ഖരവധം ശാപബാണങ്ങളെയും എടുത്തു പരികരം ആഭോഗാനന്ദമുറപ്പിച്ചു സന്നദ്ധനായി നിൽക്കുന്ന നേരമാർത്തു വിളിച്ചു നക്തഞ്ചരൊക്കെ വന്നൊരുമിച്ചു ശത്രുക്കം പ്രയോഗിച്ചാർ വൃക്ഷങ്ങൾ പാഷാണങ്ങൾ എന്നിവയെ കൊണ്ടുമേറ്റം പ്രക്ഷേപിച്ചു വേഗാൽ പുഷ്കര നേത്രന്മേൽ തൽക്ഷണം അവയെല്ലാം ഇതു കണ്ടിച്ചു രാമൻ രക്ഷോവീരന്മാരെയും തായകാവലി തൂകി നിഗ്രഹിച്ചു നിശിതാഗ്രബാണങ്ങൾ തന്നാൽ അഗ്രേ വന്നടുത്തൊരു രാക്ഷസപ്പടയെല്ലാം ഉഗ്രനാം സേനാപതി ദൂഷണനതു നേരം ഉഗ്രസന്നിപനായ രാമനോടടുത്തിടു തൂകിനാൻ ബാണഗണമേവേറ്റു രഘുവരൻ വേഗേന ശരങ്ങളാൽ മണിപറായമാക്കി 4 ബാണങ്ങളെയ്തു തൂരകം ബാലിനെയും കാലവേശ്മനി ഓർത്തു ചേർത്തു സാരഥിയോടും കൂടെ ചാപവും മുറിച്ചു തൽഖേദവും കളഞ്ഞപ്പോൾ കോപേന തേരിൽ നിന്നു ഭൂമിയിൽ ചാടി വീണാൽ പിൽപ്പാടു ശതഭാരാസന നിർമ്മിതമായ കെൽപ്പേറും പരിഖവും ധരിച്ചു വന്നാനവൻ
തൽവാക്കു തന്നെ ഛേദിച്ചേടിനാൽ ദശരഥി തൽപരിഖത്താൽ പരഹരിച്ചു സീതാപതി പസ്തകം പിളർന്നവനുയലെന്നു വീണു സമവർത്തി പത്തനം പ്രവേശിച്ചിതു ദൂഷണൻ വീണ നേരം വീരനാം ത്രിശിരസും രോഷേണ മൂന്നു ശരം കൊണ്ടു രാമനെയ്തിനാൻ മൂന്നു കണ്ടിച്ചു രാമൻ മൂന്നു ബാണങ്ങളെ എയ്താൻ മൂന്നു മെയ്തുടൻ മുറിച്ചിടിനാൻ ത്രിശിരസും 100 ബാണങ്ങളെയ്താൻ അന്നേരം ദാശരഥി 100ഉം ഖണ്ഡിച്ചു പുനരായിരം ബാണമെയ്താൻ അവയും മുറിച്ചവനയുധം ബാണമെയ്താൻ അവനിത് പതിവീരൻ അവനെയും നുറുക്കിനാൻ അർദ്ധചന്ദ്രാകാരം അതിലെപ്പോരമ്പു തന്നാൽ ഉത്തമാംഗങ്ങൾ മൂന്നും മുറിച്ചു പന്താടിനാൻ അന്നേരം കരനാദിത്യാപതേടിടും രഥം തന്നിലാമാറുകരയേറി വാണൊലിയിട്ടു വന്നു രാഘവനോട് ബാണങ്ങൾ തൂകിയിടിനാൽ ഒന്നിനൊന്നായി ഇതു മുറിച്ചിടിനാൻ അവയെല്ലാം രാമബാണങ്ങൾ കൊണ്ടും ഖരബാണങ്ങൾ കൊണ്ടും ഭൂമിയാവും ആകാശവും കാണരുതായതായി നിഷ്ഠൂരതരമായ രാഘവശരാസനം പൊട്ടിച്ചാൽ മുഷ്ടിഭേഷേ ബാണമെയ്താശൂഖരൻ ചട്ടയും നുറുക്കിനാൻ ദേഹവും ശരങ്ങൾ കൊണ്ടൊട്ടിടിയാതെ പിളർന്നിടിനാനതു നേരം താപസദേവാദികളായുള്ള സാധുക്കളും താപമോടയ്യോ കഷ്ടം കഷ്ടമെന്നുര ചെയ്താർ ജയിപ്പുതാക രാമൻ ജയിപ്പുതാക എന്ന് ഭയത്തോടു രുമരുതാപന്മാസന്മാരും ചൊന്നാർ തൽക്കാലേ കുംഭോത്മവൻ തന്നുടെ കയ്യിൽ മുന്നം ശക്രനാൽ നിക്ഷിപ്തമായൊരു ശരാസനം തൃക്കയ്യിൽ കാണാവന്നിത്രയും ചിത്രം മുഖ്യ വൈഷ്ണവജാപം കൈക്കൊണ്ടു നിൽക്കുന്നേരം ദിക്കുകളൊക്കെ നിറഞ്ഞൊരു വൈഷ്ണവ തേജസ്സു കൊണ്ടു കാണായി വന്നു രാമചന്ദ്രനെ അപ്പോൾ ഖണ്ഡിച്ചാൻ കരനുടെ ചാപവും കവചവും കുണ്ടലഹാര കിരീടങ്ങളും അരക്ഷണാൽ സൂതനെ കൊന്നു തുരങ്കങ്ങളും തേരും പൊടിച്ചാധികാൻ എടുത്തിടിന നേരത്തിങ്കൽ മറ്റൊരു തേരിൽ കരയേറിനാനാശുകരൻ തെറ്റെന്നു പൊടിച്ചിതു രാഘവനതുമപ്പോൾ പിന്നെയും ഗതയുമായടുത്തനാശുകരൻ ഭിന്നമാക്കിനാൻ വിശിഖങ്ങളായതും രാമന് ഏറിയ കോപത്തോടെ പിന്നെയും മറ്റൊരു തേരിൽ ഏറി വന്നസ്ത്രപ്രയോഗം തുടങ്ങിനാൻ ഖരൻ ഘോരമാഗ്നേയ ശാസ്ത്രമായതു രാഘുവരൻ വാരുണേസ്ത്രേണ തടുത്തിടിനാൻ ജിതശ്രമം പിന്നെ കൗബേരമസ്ത്രമൈതുത്തേന്ദ്രസ്ത്രം കൊണ്ട് മന്നവൻ തടഞ്ഞതു കൊണ്ടു രാക്ഷസവീരൻ നൈര്യസ്തമസ്ത്രം പ്രയോഗിച്ചിതുയുമാസ്ത്രേണ വീരനാം രഘുപതി തടുത്തു കളഞ്ഞപ്പോൾ വായവ്യമയച്ചതു മൈന്ദ്രാസ്ത്രം കൊണ്ടു ജഗന്നായകൻ തടുത്തതു കൊണ്ടു രാക്ഷസവീരൻ ഗന്ധർവമയച്ചത് ഗൗഹ്യകമസ്ത്രം കൊണ്ട് ശാന്തമായതു കണ്ടു ഖരനും കോപത്തോടെ ആസുരം അസ്ത്രം പ്രയോഗിച്ചതു കണ്ടു രാമന് ബാസുരമായ ദൈവാസ്ത്രം കൊണ്ടു തടുക്കയാൽ തീക്ഷ്ണമായ ഇഷ്ണികാസ്ത്രമായതും രഘുപതി വൈഷ്ണവാസ്ത്രേണ കളഞ്ഞാശു മൂന്നമ്പു തന്നാൽ സാരഥി തന്നെയെ കൊന്നു തുരങ്കങ്ങളെ കൊന്നു തേരുമേരെ പോയി പൊടുത്തു കളഞ്ഞപ്പോൾ യാതുധാനാധിപതി ശൂലവും കൈക്കൊണ്ടതിക്രോധേന രഘുവരനോടിത്തുരുന്നേരം ഇന്ദ്രദൈവതമസ്ത്രമയോച്ചോരളവു ചെന്നീന്ദ്രാതിരം തലയുർത്തിയിടിനാൻ ജഗന്നാഥൻ വീണിതു ലങ്കാ നഗരത്തോടരദ്വാരേ തല തൂണിപ്പൂക്കിതു വന്നു ബാണവും അതു നേരം കണ്ടു രാക്ഷസന്മെല്ലാരുടെ തലയെന്നു കുണ്ടഭാവന നിന്നു സംശയം തുടങ്ങിനാർ ഖരദൂഷണ ത്രിശിരാക്കളാം നിശാചരന്വരനും 14,000 മരിച്ചിതു നായികെ 3.25 കൊണ്ടു രാഘവൻ തന്നാലൂയിൽ വീണാളല്ലോ രാവണ ഭഗിനിയും മരിച്ച നിശാചരൻ 14,000 ധരിച്ചാരല്ലോ ദിവ്യ വിഗ്രഹമതു നേരം ജ്ഞാനവും ലഭിച്ചതു രാഘവൻ പോക്കൽ നിന്ന് മാനസേ പുനരവരേവരും അതു നേരം രാമനെ പ്രദക്ഷിണം ചെയ്തുടൻ നമസ്കരിച്ചാമോദം പൂണ്ടു കൂപ്പി സ്തുതിച്ചാർ പരതരം നമസ്തേ പാദാംബുജം രാമലോകാഭിരാമ സമസ്ത പാപകരം സേവകാഭീഷ്ടദ്വരദം സമസ്തേശ്വരാദയാ വാരിദേ രഘുപദേ രമിച്ചീടണം ചിത്തം ഭവതി രമാപദേ ത്വൽപാദാംബുജം നിത്യം ധ്യാനിച്ചു മുനിജനം ഉദ്ഭവം മരണ ദുഃഖങ്ങളെ കളയുന്നു മുൻപാടു മഹേശനെ തപസ്സു ചെയ്തു സന്തോഷമിച്ചു
ഞങ്ങൾ മുമ്പിൽ പ്രത്യക്ഷനായ നേരം ഭേദവിഭ്രമം തീർത്തു സംസാര വൃക്ഷമൂലം ചേതക്കുടാരമായി ഭവിക്ക ഭവാനിധി പ്രാർത്ഥിച്ചു ഞങ്ങൾ മഹാദേവനോടതുമൂലം ഓർത്തരുൾ ചെയ്തു പരമേശ്വരൻ അതു നേരം യാമിനീചരന്മാരായി ജനിക്ക നിങ്ങളിനി രാമനായി അവതരിച്ചിടുവാൻ ഞാനും ഭ്രമൗ രാക്ഷസദേഹന്മാരും നിങ്ങളെ ഛേദിച്ചെന്നു മോക്ഷവും തന്നിടുവനുമില്ല സംശയമേതും എന്നരുൾ ചെയ്തു പരമേശ്വരൻ അതുമൂലം നിർണയം മഹാദേവനായതും രഘുപതി ജ്ഞാനോപദേശം ചെയ്തു മോക്ഷവും തന്നിടണം ആനന്ദസ്വരൂപനാൻ ഇന്ദിരുവടിനാഥ എന്നവരപേക്ഷിച്ചതു നേരത്തു രഘുനാഥൻ മാന്ദഹാസവും പൂണ്ടു സാധനമരുൾ ചെയ്തു വിഗ്രഹേന്ദ്രിയ യമന പ്രാണാഹങ്കാരാദികൾക്കൊക്കവേ സാക്ഷിഭൂതനായതു പരമാത്മാ ജാഗ്രത് സ്വപ്നാഖ്യാദ്യവസ്ഥാഭേദങ്ങൾക്കുമീതെ സാക്ഷിയാം പരബ്രഹ്മം സച്ചിദാനന്ദമേകം ബാല്യകൗമാരാദികളാകവാപായികളാം കാല്യാദിഭേദങ്ങൾക്കും സാക്ഷിയാൻ മീതെ നിൽക്കും പരമാത്മാവ് പരബ്രഹ്മാനന്ദാത്മകം പരമം ധ്യാനിക്കുമ്പോൾ കൈവല്യം വന്നുകൂടും ഈ വണ്ണം ഉപദേശം ചെയ്തു മോക്ഷവും നൽകി ദേവദേവേശൻ ജഗൽ കാരണൻ ദാശരഥി രാഘവൻ 3.25 നായിക കൊണ്ടു കൊന്നാൽ വേഗേനെ 14 സഹസ്രം രക്ഷോബലം സൗമിത്രി സീതാദേവി തന്നോടും കൂടെ വന്നു രാമചന്ദ്രനെ വീണു നമസ്കാരവും ചെയ്താൽ ശത്രുഘർണീകൃത്തമാം ഭർതൃവിഗ്രഹം കണ്ടു മുക്തബാഷ്പഖേദം വിദേഹാത്മജ മന്ദം മന്ദം തൃക്കൈകൾ കൊണ്ട് തലോടി പൊറുപ്പിച്ചിടിനാഗോളവേ പുണ്ണുമതിന് വടുവും വാച്ചിടിനാൾ രക്ഷോവീരന്മാർ വീണു കിടക്കുന്നത് കണ്ടു ലക്ഷ്മണൻ നിശഹൃതി വിസ്മയം തേടിനാൾ രാവണൻ തന്റെ വരവുണ്ടിനി ഇപ്പോൾ എന്ന് ദേവദേവന്മാർ അരുളി ചെയ്തുരുളിനാൽ പിന്നെ ലക്ഷ്മണൻ തന്നെ വൈകാതെ നിയോഗിച്ചാൽ ചെന്നു നീ മുനിവരന്മാരോട് ചൊല്ലിയിടണം യുദ്ധം ചെയ്തതും കരദൂഷണ ത്രിശേരാക്കൾ സിദ്ധയെ പ്രാപിച്ചതും 14,000 താപസന്മാരോടറിയിച്ചു നീ വരികെന്നു പാപനാശങ്ങളനരുൾ ചെയ്തനൊരു ശേഷം സുമിത്രാപുത്രൻ തപോധനന്മാരോട് ചൊന്നാനാമിത്രാന്തകൻ കരൻ മരിച്ച വൃത്താന്തങ്ങൾ ക്രമത്താനിരിക്കാലം വൈകാതെയൊടുങ്ങിയിടും പ്രത്യവൈരികളെന്നറിച്ചു മുനിജനം പലരും കൂടി നിരൂപിച്ചതു നിർമ്മിച്ചിടിനാൻ പലരാശികമായ തട്ടാവിടാൻ 3 പേർക്കും അങ്കുലീയവും ചൂടാരത്നവും കവചവും അങ്കേ ചേർത്തിടുവാനായി കൊടുത്തു വിട്ടിടിനാൽ ലക്ഷ്മണൻ അവ 3 കൊണ്ടുവന്നാശുരാമനു തൃക്കാൽ വെച്ച് തൊയ്യുതിടിനാൽ ഭക്തിയോടെ അങ്കുലീയകമെടുത്തു ഭുജവിലോചന അങ്കുലീതമേലിട്ടു ചൂടാരത്നവും പിന്നെ മൈഥിലി തനിക്കു നൽകിയിടിനാൻ കവചവും ഭ്രാതൃബുധന്നിക്കണിഞ്ഞിടുവാൻ അരുളിയിടിനാൻ ശൂർപ്പണഖ വിലാപം രാവണ ഭഗിനിയും രോദനം ചെയ്തു പിന്നെ രാവണനോട് പറഞ്ഞിടുവാൻ നടക്കൊണ്ടു സാക്ഷാലഞ്ജന ശൈലം പോലും ശൂർപ്പണകയും രാക്ഷസരാജൻ മുമ്പിൽ വീണുടൻ മുറയിട്ടാൽ മുലയും മൂക്കും കാതും കൂടാതെ ചോരയും മാലലറും ഭഗിനിയോടവനു മുര ചെയ്താൻ എന്തിതു വത്സേ ചൊല്ലിയിടെന്നോട് പരമാർത്ഥം ബന്ധമുണ്ടായതെന്തു വൈരൂപ്യം വന്നിടുവാൻ ശക്രനോ കൃതാന്തനോ പാശിയോ കുബേരനോ ദുഷ്കൃതം ചെയ്തവൻ തന്നെ ഞാൻ ഒടുക്കുവൻ സത്യം ചൊല്ലെന്ന നേരം അവളും ഉര ചെയ്താൽ എത്രയും മൂടൻ ഭവാൻ പ്രമത്തൻ പാനസക്തൻ ശ്രീജിതൻ അതിഷഠനെന്തറിഞ്ഞിരിക്കുന്നു രാജാവൻ എന്തുകൊണ്ടു ചൊല്ലുന്നു നിന്നെ വൃഥാ ചാരചക്ഷുസും വിചാരവുമില്ലേതും നിത്യം നാരീ സേവയും ചെയ്തു കിടന്നീടല്ലായി പോയും കേട്ടതില്ലയോ കരദൂഷണ തൃശിരാക്കൾ കൂട്ടമേ 14,000 മുടിഞ്ഞിതും പ്രഹരാർദ്ധേന രാമൻ വേഗേന ബാണഗണം പ്രഹരിച്ചൊടുക്കിനാൻ എന്തൊരു കഷ്ടമോർത്താൽ എന്നതു കേട്ടു ചോദിച്ചിടിനാൽ ദശാനനൻ എന്നോട് ചൊല്ലിയിടേവൻ രാമനാകുന്നതെന്നും എന്തൊരു മൂലം അവൻ കൊല്ലുവാനെന്നുമെല്ലാം ദഗൻ തനിക്കു നൽകിയിടുവനേവെന്നാൽ സോദരി ചൊന്നാളതു കേട്ടു രാവണനോട് യാത്രദാനാധിപതെ കേട്ടാലും പരമാർത്ഥം ഞാനൊരു ദിനം ജനസ്ഥാനദേശത്തിങ്കൽ നിന്നാനന്ദം പൂണ്ടു താനെ സഞ്ചരിച്ചിടും കാലം കാനനത്തോടെ ചെന്നു ഗൗതമി തടം പൂക്കേൻ സാനന്ദനം
സാനന്ദം പഞ്ചവടി കണ്ടു ഞാൻ നിൽക്കുന്നേരം ആശ്രമത്തിങ്കൽ തത്ര രാമനെ കണ്ടേൻ ത്രാശ്രയഭൂതൻ ജടാബൽക്കലങ്ങളും പൂണ്ടു ചാപബാണങ്ങളോടും എത്രയും തേജസ്സോടും താപസവേഷത്തോടും ധർമ്മധാരങ്ങളോടും സോദരനായിടുന്ന ലക്ഷ്മണനോടും കൂടി സാദരം ഇരിക്കുമ്പോൾ അടുത്തു ചെന്നു നാനും ശ്രീരാമോത്സംഗേവായും ഭാമിനി തന്നെ കണ്ടാൽ നാരികളവണ്ണം മറ്റില്ലല്ലയോ ലോകത്തിങ്കൽ ദേവഗന്ധർവനാഗമാനുഷാനാരിമാരും ഏവം കാൺമാനുമില്ല കേൾപ്പാനുമില്ല നൂനം ഇന്ദിരാദേവി താനും ഗൗരിയും വാണുമാതി ഇന്ദ്രിതാനും മറ്റുള്ള സരസ് വർഗവും നാണം പൂണ്ടൊരുളിച്ചിടുമേലും വായി പോലെ കാണുമ്പോൾ അനുഗണം ദേവതയളവളല്ലോ തൽപാതിയാകും പുരുഷനും ജഗൽപതി എന്നു കൽപ്പിക്കാം വികൽപ്പമില്ലമവോ ദിനി ഇപ്പോൾ ത്വൽപത്നിയാക്കിയിടുവാൻ തക്കവളവളെന്നു കൽപ്പിച്ചു കൊണ്ടിങ്ങു പോണിടുവാനും വിട്ടേന് മൽകുജന്നാസാകർണഛേദനം ചെയ്താനപ്പോൾ ലക്ഷ്മണൻ കോപത്തോടെ രാഘവനിയോഗത്താൽ വൃത്താന്തം കരനോട് ചെന്നു ഞാൻ അറിയിച്ചേൻ യുദ്ധാർത്ഥം നക്തഞ്ചരനാകിയിടിനോടും അവൻ രോഷവേഗേനെ ചെന്നു രാമനോടേറ്റ നേരം നായികം 3:45 കൊണ്ടവനൊടുക്കിനാൻ ഭസ്മമാക്കിയിടും പിന്നങ്ങിടുകിൽ വിശ്വം ക്ഷണാൽ വിസ്മയം രാമനുടെ വിക്രമം വിചാരിച്ചാൽ കനൽ നേരം ഇയാളം ജാനകി ദേവി ഇപ്പോൾ നിന്നുടെ ഭാര്യയാകിൽ ജന്മസാഫല്യം വരും ത്വൽസകാശത്തിങ്കലാക്കിയിടുവാൻ തക്കവണ്ണം ഉത്സാഹം ചെയ്തിടുകൽ എത്രയും നന്നു ഭവാൻ തത്സാമർത്ഥ്യങ്ങളെല്ലാം പത്മാക്ഷിയാകും അവൾ ഉത്സംഗേ വസിക്കുണ്ടാകുന്നു ദേവാരാധേ രാമനോടേറ്റാൽ നിൽപ്പാൻ നിനക്കു ശക്തി പോരാ കാമവൈരിക്കും നേരെ നിൽക്കരുതെതിർക്കുമ്പോൾ മോഹിപ്പിച്ചൊരു ജാതിമായ ബാലന്മാരെ മോഹനഗാത്ര തന്നെ കൊണ്ടുപോരുകയുള്ളൂ സോദരീ വചനങ്ങൾ ഇങ്ങനെ കേട്ട ശേഷം സാദരവാക്യങ്ങൾ ആശ്വാസിപ്പിച്ചുരുഗണം തന്നെ മണിയറ തന്നിൽ അംഗം പൊക്കാൻ വന്നതല്ലേതും നിദ്ര ചിന്തയുണ്ടാകമൂലം എത്രയും ചിത്രമൂർത്തളിമിതമൊരു മർത്യനാൽ 3:45 നായിക നേരം കൊണ്ട് ശക്തനാം നക്തഞ്ചരപ്രവരൻ ഖരൻ താനും യുദ്ധവൈദഗ്ധമേറും സോദരരിവരും വരും 14,000 മുടിഞ്ഞുപോൽ വ്യക്തം മാനുഷനല്ല രാമനെന്നതു നൂനം ഭക്തവത്സലനായ ഭഗവാൻ പത്മേക്ഷണൻ മുക്തിദാനൈകമൂർത്തി മുകുന്ദൻ മുക്തിപ്രിയൻ ദാതാവ് മുന്നം പ്രാർത്ഥിച്ചൊരു കാരണം ഇന്നു ഭൂതലേ രഘുകുലേ മർത്യനായി പിറന്നിപ്പോൾ എന്നെ കൊല്ലുവാൻ ഒരുമ്പെട്ടു വന്നാനെങ്കിലോ ചെന്നു വൈകുണ്ഠരാജ്യം പരിപാലിക്കാമല്ലോ അല്ലെങ്കിലെന്നും വായാം രാക്ഷസരാജ്യം എന്നാലല്ലേണ്ടൊന്നും കൊണ്ടു മനസ്സി നിരൂപിച്ചാൽ കല്യാണപ്രദനായ രാമനോടേൽക്കുന്നതിനല്ല ജാതിയും മടിയേണ്ട ഞാനെന്നുകൊണ്ടും യുദ്ധമാത്മനി ചിന്തിച്ചുറച്ചു രക്ഷോനാഥൻ തത്വജ്ഞാനത്തോടുകൂടത്യാനന്ദവും പൂണ്ടാൻ സാക്ഷാൽ ശ്രീനാരായണൻ രാമനെന്നറിഞ്ഞതർ രാക്ഷസപ്രവരനും പൂർവവൃത്താന്തമോർത്താൻ വിദ്വേഷബുദ്ധ്യാ രാമൻ തന്നെ പ്രാപിക്കേയുള്ളൂ ഭക്തി കൊണ്ടെന്നാൽ പ്രസാദിക്കയില്ല ലിഖേശൻ. രാവണ മാരീച സംഭാഷണം. ഇത്തരം നിരൂപിച്ചു രാത്രിയും കഴിഞ്ഞതു ചിത്രഭാനുവുമുത യാത്രിമൂർധനി വന്നു തേരതിലേറിനാൽ ദേവസഞ്ജയ വൈരി പാരാതെ പാരാവാരപാരയും തീരം അത്ര മാരീചാശ്രമം പ്രാപിച്ചിടിനാനാദിദ്രുതം ഘോരനാം ദശാനനൻ കാര്യഗൗരവത്തോടും മൗനവും പൂണ്ടു ജടാവൽക്കതാതി ധരിച്ചാൾ ആനന്ദാത്മകനായ രാമനെ ധ്യാനിച്ചുള്ളിൽ രാമരാമേതി ജപിച്ചുറച്ചു സമാധി പൂണ്ടാരാമോദത്തോട് മരുവീടിന മാരീചനും ലൗകികാത്മനാഗ്രഹത്തിലംഗതജ്ഞായ ലോകാത്മഭദ്രവകാരിയായ രാവണനെ തന്നെ കണ്ടു സംഭ്രമത്തോടും ഉദ്ധാനം ചെയ്തു പൂണ്ടുകൊണ്ടു തന്മാറിൽ അണച്ചാനന്ദ ശുക്രുകളോടും പൂജിച്ചു യഥാവധി മാനിച്ചു ദശകണ്ഠൻ യോജിച്ചു ചിത്തമപ്പോൾ ചോദിച്ചു മാരീചനും എന്തൊരാഗമനനിതേതനായിന്നൊരു ചിന്തയുണ്ടെന്ന പോലെ തോന്നുന്നു ഭാവത്തിങ്കൽ ചൊല്ലുക രഹസ്യമെല്ലെങ്കിൽ
വരമാണെങ്കിലോ ഞാനും തവ നല്ലത് വരുത്തുവാനുള്ളിൽ മുമ്പനല്ലോ ന്യായമായി നിഷ്കളം നശനമായിരിക്കുന്ന കാര്യം മായമെന്നിയെ ചെയ്യുവാൻ മടിയെന്നെന്തിരേതും മാരീചവാക്യമേവും കേട്ടു രാവണൻ ചൊന്നാൽ ആരുമില്ലെനിക്കു നിന്നെ പോലെ മുട്ടുനേരം സാകേതാധിപനായ രാജാവു ദശരഥൻ ലോകൈകാധിപനുടെ പുത്രന്മാരായുണ്ടുപോൽ രാമലക്ഷ്മണന്മാരെന്നിരുവരുതും കാലം കോമളഗാത്രിയായൊരു ഗനാജ്ഞയും കൊണ്ട് ദണ്ഡകാരണ്യ വന്ന് വായ്ക എന്ന പോൽ എന്നുടെ ഭഗിനി നാസികാകുജങ്ങളും കർണവും ഛേദിച്ചതു കേട്ടുടൻ കരാതികൾ ചെന്നിതു 14 രേം നിന്നു താനേനാകിതുരണത്തിങ്കൽ കൊന്നിതു 3.25 നായിക കൊണ്ടു രാമൻ തൽപ്രാണേശ്വരിയായ ജാനകി തന്നെ നാനും ഇപ്പോയെ കൊണ്ടിങ്ങു പോന്നിടുവേന് തിന്നു നീ ഹേമവർണം പൂണ്ടൊരു മാനായി ചെന്നടവനിൽ കാമിനിയായ സീത തന്നെ മോഹിപ്പിക്കേണം രാമലക്ഷ്മണന്മാരെ കറ്റി ദൂരത്താക്കു വാമഗാത്രിയെ പോലെ കൊണ്ടു ഞാൻ പോന്നിടുവൻ നീ മമ സഹായമായിരിക്കയിൽ മനോരഥം നാമകം സാധിച്ചിടുമില്ല സംശയമേതും പകൻ കന്തികന്ധരവാക്യം കേട്ടു മാരീജനുള്ളിൽ ചിന്തിച്ചു ഭയത്തോടും ഈ വണ്ണമുര ചെയ്താൻ ആരുപദേശിച്ചതു മൂലനാശനമായ കാര്യം നിന്നോടവൻ നിന്നുടെ ശത്രുവല്ലോ നിന്നുടെ നാശം വരുത്തിടുവാൻ അവസരം തന്നെ പാർത്തിരിപ്പൊരു ശത്രുവാകുന്നതവൻ നല്ലതു നിനക്കു ഞാൻ ചൊല്ലുവൻ കേൾക്കുന്നതാകിൽ നല്ലതല്ലേതും നിനക്കി തൊയിലറിക നീ രാമചന്ദ്രനുള്ളിൽ ഭീതി കൊണ്ടകതാരിൽ മാമകേ രാജരത്നമണിരാധികൾ കേൾക്കുമ്പോൾ അതിഭീതനായുള്ള നാനോ നിത്യം രാക്ഷസവംശം പരിപാലിച്ചു കൊൾക നീയും ശ്രീനാരായണൻ പരമാത്മാവു തന്നെ രാമൻ ഞാനതിൽ പരമാർത്ഥമറിഞ്ഞേൻ കേൾക്ക നീയും നാരദാദികൾ മുനിശ്രേഷ്ഠന്മാർ പറഞ്ഞു പണ്ടോരോരോ വൃത്തന്തങ്ങൾ കേട്ടടേൻ പൗലസ്ത്യ പ്രഭോ പത്മസംഭവൻ മുന്നം പ്രാർത്ഥിച്ച കാലം നാഥൻ പത്മലോചനൻ അരുൾ ചെയ്തിതു വാത്സല്യത്താൽ എന്തു ഞാൻ കേൾപ്പേണ്ടെന്നു ചൊൽകുന്നതു കേട്ടു ചിന്തിച്ചു വിധാതാവ് മർത്തിച്ചു ദയാനിതേ നിന്തിരുവടി തന്നെ മാനുഷവേഷം പൂണ്ടു പങ്ക്തി കന്ധരൻ തന്നെ കൊല്ലണം മടിയാതെ അങ്ങനെ തന്നെ എന്നു സമയം ചെയ്തു നാഥൻ മംഗലം വരുത്തുവാൻ ദേവദാസർക്കെല്ലാം മാനുഷ്യനല്ല രാമൻ സാക്ഷാൽ ശ്രീനാരായണൻ തന്നെന്നു ധരിച്ചു സേവിച്ചു കൊള്ളുക ഭക്ത്യ പോയാലും പുരം പൂക്കു സുഖിച്ചു വസിക്കനീ മായ മാനുഷൻ തന്നെ സേവിച്ചു കൊള്ളുക നിത്യം എത്രയും പരമകാരുണികൻ ജഗന്നാഥൻ ഭക്തവത്സലൻ ഭജനീയേശ്വരൻ നാഥൻ മാരീജൻ പറഞ്ഞത് കേട്ടു രാവണൻ ചൊന്നാൽ നേരത്രേ പറഞ്ഞത് നിർമ്മലനല്ലോ ഭവാൻ ശ്രീനാരായണ സ്വാമി പരമൻ പരമാത്മാവന്നാരവിന്ദോദ്ഭവൻ തന്നോട് സത്യം ചെയ്തു മർത്യനായി പിറന്നേ കൊല്ലുവാൻ ഭാവിച്ചതു സത്യസങ്കൽപ്പനായ ഭഗവാൻ താനെങ്കിലോ പിന്നെയവണ്ണമെല്ലാനാകളാവളരോടോ നിന്നു നിജ്ഞാനം ഞാനിങ്ങനെയോർത്തീരൊട്ടും ഒന്നുകൊണ്ടും നീ അടങ്ങിയുകയല്ലോ നൂനം ചെന്നു മൈഥിലി തന്നെ കൊണ്ടുപോരുക വേണം ഉത്തിഷ്ട മഹാഭാഗ പൊന്മാനായി ചമന്നു ചെന്നത്രയും അകറ്റുക രാമലക്ഷ്മണന്മാരെ അന്നേരം തേരിലേറ്റിക്കൊണ്ടിങ്ങു പോന്നിടുവാൻ പിന്നെ നീ യഥാസുഖം വായുക മുന്നേ പോലെ ഒന്നിനീ മറുത്തു നീയുര ചെയ്തതാകിൽ എന്നുടെ വാൾ കൂണാകിയിടുതുണ്ടിതു തന്നെ എന്നതു കേട്ടു വിചാരിച്ചതു മാരീചനു നന്നല്ല ദുഷ്ടായുധമേറ്റു നിര്യാണം വന്നാൽ ചെന്നടനു നരകത്തിൽ വീണുടൻ കിടക്കണം പുണ്യസഞ്ചയം കൊണ്ട് മുക്തനായി വരുമല്ലോ രാമസായകമേറ്റു മരിച്ചാലെന്നു ചിന്തിച്ചാദം ആമോദം പൂണ്ടു പുറപ്പെട്ടാലും എന്ന് ചൊന്നാൻ രാക്ഷസരാജ ഭവാൻ ആജ്ഞാപിച്ചാലുമെങ്കിൽ സാക്ഷാൽ ശ്രീരാമൻ പരിപാലിച്ചു കൊള്ളുക പോറ്റി എന്നുരച്ചെയ്തു വിചിത്രാകൃതി കലർന്നൊരു പൊന്നിറമായുള്ളൊരു മൃഗവേഷവും പൂണ്ടാൻ പങ്ക്തി കന്ധരൻ തേരിലെന്മാറു കേറിനാൻ ചെന്താ ബാണവും തേരിലേറാൻ അതു ചെയ്താൻ ചെന്താമർമാനിനിയായ ജാനകിയെ നുള്ളിൽ ചിന്തിച്ചു ശാസ്യനു മന്ദനായി മഞ്ഞിതു മാരീജൻ മനോഹരമായൊരു പൊന്മാനായി ചാരുപുള്ളികൾ വെള്ളി കൊണ്ടു നേത്രങ്ങൾ കൊണ്ടും നീലക്കൽ കൊണ്ടു ചേർത്തു മുഗ്ധഭാവത്തോടോരോരോ നീലകൾ കാട്ടിക്കൊണ്ട് കാട്ടിലുൾപ്പുക്കും പിന്നെ വേഗേനെ പുറപ്പെട്ടും തുള്ളി ചാടിയും അവൻ ആകഭാവേന ദൂരെ പോയി നിന്നു കടാക്ഷിച്ചും രാഘവാശ്രമസ്ഥലോപാന്തേ സഞ്ചരിക്കുമ്പോൾ രാഗേന്ദുമുഖി സീത കണ്ടു വിസ്മയം പൂണ്ടാൽ രാവണ വിശേഷിച്ചു മറിഞ്ഞു രഘുനാഥൻ ദേവിയോടരുൾ ചെയ്താനേ കാന്തേ കാന്തേ കേൾ നീ
നായകൻ നിന്നെ കൊണ്ടുപോവതിനിപ്പോൾ ഭിക്ഷുരൂപേണ വരുമന്തികെ ജനകരെ. നീയൊരു കാര്യം വേണമതിനു മടിയാതെ മായാ സീതയെ പർണശാലയിൽ നിർത്തിയിടണം. വഹ്നിമണ്ഡലത്തിങ്കൽ മറഞ്ഞു വസിക്കനി ധന്യേ രാവണവധം കഴിഞ്ഞുകൂടുവോളം. ആശ്രയാശങ്കലോരാണിതു നേരം ജഗദാശ്രയഭൂതേ സീതേ ധർമ്മരക്ഷാർത്ഥം പ്രിയേ. രാമചന്ദ്രോക്തി കേട്ടു ജാനകി ദേവി താനും കോമളഗാത്രിയായ മായാ സീതയെ തത്ര പർണശാലയിലാക്കി വഹ്നിമണ്ഡലത്തിങ്കൽ ചെന്നിരുതിരു മഹാവിഷ്ണുയുമായപ്പോൾ. മാരീച നിഗ്രഹം. മാരീച നിഗ്രഹം. മായാ നിർമ്മിതമായ കനകമൃഗം കണ്ടു മായാ സീതയും രാമചന്ദ്രനോടരുൾ ചെയ്താൽ, ഭർത്താവെ കണ്ടില്ലയോ കനകമയം മൃഗം എത്രയും ചിത്രം ചിത്രം രത്നഭൂഷിതമതും. പേടിയില്ലിതെനിക്കേതും എത്രയും അടുത്തു വന്നിടുന്നു മരുക്കരു മുണ്ട് എത്രയും എന്ന് തോന്നും. കളിപ്പാൻ അതിസുഖമുണ്ടിതു നമുക്കിന്നു വിളിച്ചിടുക വരുമെന്നു തോന്നുന്നു നൂനം. പിടിച്ചുകൊണ്ടെങ്ങു പോന്നിടുക വൈകിടാതെ മടിച്ചിടരുതേതും ഭർത്താവേ ജഗൽപതേ. മൈഥിലി വാക്യം കേട്ടു രാഘവൻ അരുൾ ചെയ്തു, സോദരൻ തന്നെ നീ കാത്തുകൊള്ളുക വേണം. സീതയെ അവൾക്കൊരു ഭയവുമുണ്ടാകുവാതെ യാതു ദാനമുണ്ടൊരു കാനനം തന്നിലെങ്ങും. എന്നരുൾ ചെയ്തു ധനുർബാലങ്ങളെത്തുടൻ ചെന്നിതു മൃഗത്തെ കൈക്കൊള്ളുവാൻ ജഗന്നാഥൻ. അടുത്തു ചെല്ലും നേരം വേഗത്തിലോടക്കളഞ്ഞടുത്തുകൂടെ എന്ന് തോന്നുമുമ്പോൾ മന്ദം മന്ദം അടുത്തു വരുമ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടും പടുത്വമോടു ദൂരെ കുതിച്ചു ചാടും അപ്പോൾ. ഇങ്ങനെ തന്നെയൊരു ദൂരത്തായൊരു നേരം എങ്ങനെ പിടിക്കുന്നു വേഗമുണ്ടതിനേറ്റം എന്നുറച്ചായാശ വിട്ടു രാഘവനുരച്ച ശരം നന്നായി തൊടുത്താൻ വലിച്ചു വീട്ടിടിനാൽ. പൊന്മാനതു കൊണ്ട് ഭൂമിയിൽ വീണന്നേരം വന്മലപ്പോലെയൊരു രക്ഷസ വേഷം പൂണ്ടാൻ. മാരീചൻ തന്നെ ഇതു ലക്ഷ്മണൻ പറഞ്ഞതു നേരത്രേയെന്നു രഘുനാഥനും നിരൂപിച്ചു. ബാണമേറ്റവനിയിൽ വീണപ്പോൾ മാരീചനും പ്രാണവേദനയോടെ കരനാലയ്യോ പാപം. ഹാഹാ ലക്ഷ്മണ മമ ഭ്രാതാവേ സോദര, ഹാഹാ മേ വിധിബലം പാഹി മാം ദയാനിധേ. ആദൂരനാഥം കേട്ടു ലക്ഷ്മണനോട് ചൊന്നാൽ സീതയും, സൗമിത്രേ നീ ചെല്ലുക വൈകിടാതെ. അഗ്രജനുടെ വിലാപങ്ങൾ കേട്ടില്ലേ ഭവാൻ, ഉഗ്രമാരായ നിശാചരന്മാർ കൊല്ലും മുമ്പേ. രക്ഷിച്ചു കൊള്ളുക നീ ലക്ഷ്മണ മടിയാതെ, രക്ഷോ വീരന്മാരിപ്പോൾ കൊല്ലുമല്ലെങ്കിലയ്യോ. ലക്ഷ്മണൻ അത് കേട്ടു ജാനകിയോട് ചൊന്നാൽ ദുഃഖയായി, കാര്യേ ദേവി കേൾക്കണം മമ വാക്യം. മാരീചൻ തന്നെ പൊന്മാനായി വന്നതവൻ നല്ല ചോര നെത്രയുമേവം കരഞ്ഞതവൻ തന്നെ. അന്ധനായി നാനും ഇത് കേട്ടുപോയാലകുമ്പോൾ നിന്തിരുവടിയെയും കൊണ്ടുപോയിടാമല്ലോ. പങ്ക്തി കന്ധരൻ തനിക്കതിനുള്ളിൽ പായിക്കെന്തറിയാതരുൾ ചെയ്തിടുന്നതത്രയല്ല. ലോകവാസികൾക്കാർക്കും ജയിച്ചുകൂടായല്ലോ രാഘവൻ തിരുവടി തന്നെ എന്നറിയണം. ആർത്തനാദവും മമ ജ്യേഷ്ഠനും ഉണ്ടാകയില്ല രാത്രിചാരികളുടെ മായയതറിഞ്ഞാലും. വിശ്വനായകൻ കോപിച്ചിടുര കിടലക്ഷണാൽ വിശ്വസംഹാരം ചെയ്യുവാൻ പോരും എന്നറിഞ്ഞാലും. അങ്ങനെയുള്ള രാമൻ തന്മുഖാംബുജത്തിൽ നിന്നെങ്ങനെ നൈദ്യനാദം ഭവിച്ചിടുന്നു നാദേ. ജാനകിയതു കേട്ടു കണ്ണുനീർ തൂകി തൂകി മാനസേ വിളർന്നൊരു ഖേദങ്ങ കോപങ്ങളോടും ലക്ഷ്മണൻ തന്നെ നോക്കി ചൊല്ലിനുള്ള നേരം, രക്ഷോജാതിയിലത്രേ നീയുമുണ്ടായി നൂനം. ഭാതൃനാശത്തിനത്രേ കാംക്ഷിക്കയാകുന്നു തവ ചേതസി ദുഷ്ടമാത്മാവേ. ഞാനിതോർത്തില്ലയോ രാമനാശാംശിയാകിയ ഭരതന്റെ കാമസിദ്ധ്യർത്ഥം അവൻ തന്നെ നിയോഗത്താൽ കൂടെ പോന്നിടൂ നീയും. രാമനു നാശം വന്നാൽ ഗൂഢമായെന്നെയും കൊണ്ടങ്ങു ചെല്ലുവാൻ നൂനം. എന്നുമേ നീനക്കെന്നു കിട്ടുകയില്ലതാനും ഇന്നുമൽ പ്രാണത്യാഗം ചെയ്യുവേനാൻ അറിഞ്ഞാലും. ചേതസി ഭാര്യാഹരണോദ്യതനായ നിന്നെ സോദരബുദ്ധ്യാധരിച്ചില്ല രാഘവനേതും. രാമനെയൊഴിഞ്ഞു ഞാൻ മറ്റൊരു പുരുഷനെ രാമപാദങ്ങളെ തീണ്ടുകയില്ലയോ. ഇത്തരം വാക്കു കേട്ടു സൗമിത്രി ചെവി രണ്ടും സത്വരം പൊത്തി പുനരവളോടുര ചെയ്താൽ, നിനക്കു നാശം അടുത്തിരിക്കുന്നതു പാരം എനിക്കു നിരൂപിച്ചാൽ തടുത്തുകൂടാതാനും. ഇത്തരം ചൊല്ലിയിടുവാൻ തോന്നിയതെന്തേ ചണ്ഡി. ദിഗ്ദിഗന്ത്യന്തം ക്രൂരചിത്തം നാരികൾക്കെല്ലാം വനദേവതന്മാരെ പരിപാലിച്ചു കൊള്ളുവിൻ. മനുവംശാദ്വീശ്വര പത്നി വൈപോലെ ദേവിയെ ദേവികൾ അധ്വരം ഏൽപ്പിച്ചു മന്ദം. പൂർവജൻ തന്നെ കാൺമാൻ നടന്നു സൗമിത്രയും സീതാപഹരണം.
അന്തരം കണ്ടു ദശകന്ധരൻ മദനബാണാന്തനായി അവതരിച്ചിടിനാൻ അവനിയിൽ ജടയും വൽക്കലവും ധരിച്ചു സന്യാസിയായുടൻ ജാങ്കണേ വന്നു നിന്നിതു ദശാസ്യനം. ഭിക്ഷുവേഷത്തെ പൂണ്ടു രക്ഷോനാഥനെ കണ്ടു തൽക്ഷണം മായ സീതാദേവിയും വിനീതയായി നത്വാ സംപൂജ്യ ഭക്ത്യാ ഫലമൂലാദികളും ദത്വാ സ്വാഗത വാക്യമുത്വാ പിന്നെയും ചൊന്നാൽ അത്ര തൈവപൂലമാതാദികൾ ഭുജിച്ചുകൊണ്ടിത്തിരി നേരമൊരു നീടുകതപോനിതേ ഭർത്താവ് വരും ഇപ്പോൾ ത്വൽപ്രിയമെല്ലാം ചെയ്യും ശുത്രതാദിയും തീർത്തു വിശ്രമിച്ചാലും ഭവാൻ. ഇത്തരം മായാദേവി മുഗ്ധാലാപങ്ങൾ കേട്ടു സത്വരം ഭിക്ഷുരൂപി സസ്മിതം ചോദ്യം ചെയ്താൽ കമലവിലോചനെ കമനീയാങ്കി നീയാലമ്മലെ ചൊല്ലിടു നിൻ കമിതവാരാന്നതും നിഷ്ഠയുരജാതികളും രാക്ഷസാതിരികളായ ദുഷ്ടജന്തുക്കളുമുള്ള കാനന ഭൂമി തന്നിൽ നീയൊരു നാരീമണിതാനേ വായുന്നതു നാന്തായുധപാണികളുമില്ലല്ലോ സഹായമായി. നിന്നുടെ പരമാർത്ഥമൊക്കവേ പറഞ്ഞാൽ ഞാൻ എന്നുടെ പരമാർത്ഥം പറയാനുണ്ടു താനും. വേദിനി സുതയതു കേട്ടു ചൊല്ലിയിടിനാൽ വേദിനി പതിവരനാമയോധ്യയപതി വാട്ടമില്ലാതെ ദശരഥനാം നൃപാധിപജ്യേഷ്ഠനന്ദനായ രാമാനദ്ഭുത വീര്യൻ തന്നെ ധർമ്മപത്നി ജനകാത്മജനാനോ ധന്യൻ രാമാഞ്ജനു ലക്ഷ്മണൻ എന്നും നാമം. ഞങ്ങൾ മൂവരും പിതുരാജ്ഞയാ തപസ്സിനായി ഇങ്ങു വന്നിരിക്കുന്നു ദണ്ഡകവനം തന്നിൽ 14 കൈവോളം വേണം താനും അതിനു വാർത്തയിടുന്നു സത്യമറിഞ്ഞാലും നിന്തിരുവടിയെ ഞാൻ അറിഞ്ഞില്ലതും പുനരെന്തിനായുന്നള്ളി ചൊല്ലണം പരമാർത്ഥം. എങ്കിലോ കേട്ടാലു നീ മംഗളശീലേ ബാലേ പങ്കജ വിലോചനെ പഞ്ചബാണാദിവാസേ പൗലസ്ത്യനാനയനും രാക്ഷസരാജാവു ഞാൻ ത്രൈലോക്യത്തിങ്കലേയാറിയേതയുള്ളൂ നിർമ്മലേ കാമപരിതരപ്തനായി ചമഞ്ഞു ഞാൻ നീൻമൂലതതിനു നീ പോരണം മായാസാഗം. ലങ്കയാം രാജ്യം മാനോർത്ത നാട്ടിലും മനോഹരം നീർക്കിങ്കരനായേൻ തവ ലോകസുന്ദരീനാഥേ താപസവേഷം പൂണ്ടു രാമനാലെന്തു ഫലം താപം ഉൾക്കൊണ്ടു കാട്ടിലിങ്ങനെ നടക്കേണ്ട ശരണാഗതനായരെന്നെ നീ ഭജിച്ചാലും അരുണാദരി മോഹാഭോഗങ്ങൾ ഭുജിച്ചാലും. രാവണവാക്യമേവം കേട്ടതി ഭയത്തോടെ ഭാവവർണ്ണം വൈവർണ്ണം പൂണ്ട ജാനകി ചൊന്നാൾ മന്ദം കേവലം അടുത്തിത് വരണം നിനക്കിപ്പോൾ ഏവം നീ ചൊല്ലുകയാണിൽ ശ്രീരാമദേവൻ തന്നാൽ സോദരനോടും കൂടി വേഗത്തിൽ വരും ഇപ്പോൾ മേദിനി പതിമമ ഭർത്ത ശ്രീരാമചന്ദ്രൻ തൊട്ടുകൂടുമോ ഹരിപത്നിയെ ശരത്തിനു കഷ്ടമായുള്ള വാക്കു ചൊല്ലാതെ ദുരാത്മാവേ രാമബാണങ്ങൾ കൊണ്ട് മാറിടം പിളർന്നു നീ ഭൂമിയിൽ വീവാനുള്ള കാരണം ഇതു നൂനം. ഇങ്ങനെ സീതാവാക്യം കേട്ടു രാവണൻ ഏറ്റം തിങ്ങിയിടും ക്രോധം പൂണ്ടു മൂർച്ഛിതനായ നേരം തന്നെ രൂപം നേരെ കാട്ടിനാൻ മഹാഗിരി സന്നിഭം ദശാനനൻ വംശതി മഹാഭുജം അഞ്ജന ശൈലാകാരം കാണായ നേരമുള്ളിൽ അഞ്ജസ ഭയപ്പെട്ടു വനദേവതന്മാരും രാഘവ പത്നിയെയും തീരത്തിലെടുത്തു വാചാശമാർഗേ ശീഘ്രം പോയി ധൃതശാസ്യനും. ഹാഹാ രാഘവ രാമ സൗമിത്രേ കാരുണ്യദേ ഹാഹാ മൽപരാണേശ്വര പാഹിമാം ഭയാതുരാം. ഇത്തരം സീതാവിലാപം കേട്ടു പക്ഷീന്ദ്രനും സത്വമുദ്ധാനം ചെയ്തദിത്യ ജടായുവും തിഷ്ഠിത്ത ജാഗ്രേ മമ സ്വാമിതൻ പത്നിയെയും കട്ടുകൊണ്ട് അവിടേക്ക് പോകുന്നു മൂടാത്മാവേ. അന്വജതിങ്കൽ ചെന്നത് ശൂനകൻ മന്ത്രം കൊണ്ടു ശുദ്ധമാം പുരോടാശം കൊണ്ടുപോകുന്ന പോലെ പദ്ധതി മധ്യേ പരോമോബുദ്ധയോടും ഗൃദ്രജാജനമൊരു പുത്രവാനായുള്ളൊരു ക്രുദ്രാജനെ പോലെ ബദ്ധവൈരത്തോട് അതിക്രുദ്ധനാഗ്രേ ചെന്നു യുദ്ധവും തുടങ്ങിനാൻ. അബ്ദിയും പത്രാനിലക്ഷബുദ്ധമായി ചമഞ്ഞയുന്നിൽ തത്രികളിലെന്നു വിദ്രുതം അതു നേരം കാൽനഖങ്ങളെ കൊണ്ടു ചാപങ്ങൾ പൊടിപ്പെടുത്താനാണങ്ങളും കീറി മുറിച്ചു വശം കെട്ടു തീഷ്ണതുണ്ടാഗ്രം കൊണ്ടു തേർത്തടം തകർത്തിട്ടു കാൽക്ഷണം കൊണ്ടു തൊന്നു വീത്തിനാനശ്വങ്ങളെ രൂക്ഷത പൊരുകിയ പക്ഷപാതങ്ങളേറ്റു രാക്ഷസപ്രവരനും ചഞ്ചലമുണ്ടായി വന്നു യാത്രയും മുടങ്ങി മൽകീർത്തിയുമുണ്ടങ്ങിയതാർത്തിപ്പൂണ്ടൊയുന്നൊരു രാത്രി ചീന്ദ്രനെപ്പോൾ ധാത്രി പുത്രി എത്തത്ര രാത്രിയിൽ നിർത്തിപ്പനോർത്തു നിതൻ ചന്ദ്രഹാസമിളക്കിരകുതരം പക്ഷിനായകനുടെ പക്ഷങ്ങൾ ഛേദിച്ചപ്പോൾ ഇക്ഷത്തിലായി വീണാനക്ഷമനായിട്ടവൻ രക്ഷോനായകൻ പിന്നെ ലക്ഷ്മി ദേവിയെയും കൊണ്ടക്ഷത ചിത്തത്തോടും ദക്ഷിണ ദിക്കൻ നോക്കി മറ്റൊരു തേരിലേറി തെറ്റെന്നു നടക്കൊണ്ടാൻ മറ്റാരും പാലിപ്പാനില്ലറ്റവരായിട്ടോരോർത്തിട്ടു വീണിതു കണ്ണുനീരോടും അപ്പോൾ കറ്റവാർക്കുയലാം ജാനകി ദേവി താനും ഭർത്താവ് തന്നെ കണ്ടു വൃത്താന്തം പറഞ്ഞു ഇന്നുത്തമനായ നിന്റെ ജീവനും പോയി കായിക്കെന്നു പൃഥ്വിപുത്രിയും പരംപുത്രി ശാചനും നൽകി
പൃഥ്വി മണ്ഡലമകന്നാശു മേൽപോട്ടു പോയാൽ അയ്യോ രാഘവ ജഗന്നാഥ ദയാനിധേ നീ എന്നപേക്ഷിച്ചെന്തു ഭർത്താവേ നാഥ രക്ഷോ നായകനായെന്ന് കൊണ്ടിതാ പോയിടുന്നു രക്ഷിതാവായിട്ടാരുമില്ലെനിക്കയ്യോ പാവം ലക്ഷ്മണ നിന്നോടു ഞാൻ പരുഷം ചൊന്നാനല്ലോ രക്ഷിച്ചു കൊള്ളേണമേ ദേവരാ ദയാനിധേ രാമ രാമാത്മരാമ ലോകാഭിരാമ രാമഭൂമിയെയും മെന്നെ വെടിഞ്ഞാളിതുകാലം പ്രാണവല്ലഭ പരിത്രാഹി മാം ജഗൽപദേ കാവുണ പാതിപനെന്നെ കൊന്നു ഭക്ഷിക്കും മുമ്പേ സത്വരം വന്നു പരിപാലിച്ചു കൊള്ളണമേ സത്വചേതസ മഹാസത്വഭാരിതേനാഥ ഇത്തരം വിലാപിക്കും നേരത്തു ശീഘ്രം രാമഭദ്രൻ ഇങ്ങനെത്തുമെന്ന ശങ്കയാ നക്തഞ്ചരൻ ചിത്തവേഗേന നടക്കുന്നതുകേറെ പൃഥ്വിപുത്രിയും കീപോട്ടാശു നോക്കുന്നേരം അദ്രിനാഥാഗ്രേ കണ്ടും പഞ്ചവാനരന്മാരെ വിദ്രുതം വിഭൂഷണ സഞ്ചയം അയിച്ചു തന്നു കണ്ഠം കൊണ്ടു ബന്ധിച്ചു രാമഭദ്രനും കാൺമാൻ യോഗം വരികെന്നതാരിൽ സ്മൃത്വാ കീപോട്ട് നിക്ഷേപിച്ചതു സീതാദേവി മത്തനാം നക്തഞ്ചരൻ അറിഞ്ഞതും അപ്പോൾ അബ്ധിയും മുത്തീര്യ തൽപരനം ഗത്വാളർദ്ധം ശുദ്ധാന്തമധ്യേ മഹാശോക കാനനദേശേ ശുദ്ധഭൂതലെ മഹാശിംശപാതുരമൂലെ ഹൃദ്യമാരായ നിജരക്ഷോ നാരികളെയും നിത്യവും പരിപാലിച്ചു കൊള്ളെന്നുറപ്പിച്ചു തന്റെ വസ്തയും മുൾപ്പുമുൾപ്പോൾ വസിച്ചിടിനാൽ ദശാനനൻ ഉത്തമോത്തമയായ ജാനകി ദേവി പാതിവ്രത്യമാശ്രിച്ചു വസിച്ചിടാളതുകാലം വസ്ത്രകേശാദികളും എത്രയും മലിനമായി വക്രവും കുമ്പിട്ടു സന്തപ്തമാം ചിത്തത്തോടും രാമരാമേതി ജപദാനദിഷ്ടയാ ബഹു യാമിനി ചരകുല നാരികളോട് മധ്യേ നീഹാരശീതാദപവാദപീഡയും സഹിച്ചാരാദികളെത്തെയും കൂടാതെ ദിവാരാത്രം ലങ്കയിൽ വസിച്ച് ഉൾക്കൊണ്ടുമായ സങ്കടം മനുഷ്യ ജന്മത്തിങ്കലാർക്കില്ലാത്ത സീതാന്വേഷണം രാമനും മായാമൃഗവേഷത്തെ കൈക്കൊണ്ടൊരു കാമരൂപിണ മാരീജാസുരമേതു കൊന്നു വേഗേനെ നടക്കൊണ്ടാശ്രമം നോക്കി പുനരാഗമക്കാതലയായ രാഘവൻ തിരുവടി നാലഞ്ചു ശരപ്പാടു നടന്നോരനന്തരം ബാലകൻ വരവീരേശ ദൂരവേ കാൺവായി വന്നു ലക്ഷ്മണൻ വരുന്നത് കണ്ടു രാഘവൻ താനും ഉൾക്കൊമ്പിൽ നിരൂപിച്ചു കൽപ്പിച്ചു കരണീയം ലക്ഷ്മണൻ എന്തു മറിഞ്ഞീലയ്യോ പരമാർത്ഥം അക്കാലം ഇവനെയും വഞ്ചിക്ക നിർത്തവേ വരൂ രക്ഷാനായകൻ കൊണ്ടുപോയതു മായാ സീതാലക്ഷ്മി ദേവിയെയുണ്ടോ മറ്റാർക്കും ലഭിക്കുന്നു അഗ്നിമണ്ഡലത്തിങ്കൽ വായുന്ന സീത തന്നെ ലക്ഷ്മണൻ അറിഞ്ഞാൽ ഇക്കാര്യവും വന്നുകൂടാ ദുഃഖിച്ചു കൊള്ളൂ നാനും പ്രാകൃതൻ എന്ന പോലെ മൈക്കണ്ണിതാനെന്നറിഞ്ഞാശു പോയി ചെല്ലാമല്ലോ രക്ഷാനായകന്മാരുടെ രാജ്യത്തിനെന്നാൽ പിന്നെ അത്തൽ കുലത്തോടും കൂടെ രാവണൻ തന്നെ കൊന്നാൽ അഗ്നിമണ്ഡലേ വായും സീതയെ സത്യപയാജാൽ കൈക്കൊണ്ടു പോകാം അയോധ്യയ്ക്ക് വൈകാതെ പിന്നെ അക്ഷയധർമ്മത്തോട് രാജ്യത്ത് വൈ പോലെ രക്ഷിച്ചു കിഞ്ചിൽ കാലം ഭൂമിയിൽ വസിച്ചിടാം പുഷ്കരോത്ഭവനിത്തം പ്രാർത്ഥിച്ചു നിമിത്തമായി അർക്കവംശത്തിങ്കൽ ഞാൻ മർത്യനായി പിറന്നതും മായാമാനുഷനാകും എന്നുടെ ചരിതവും മായാവൈഭവങ്ങളും കേൾക്കയും ചൊല്ലുകയും ഭക്തിമാർഗേണ ചെയ്യുന്ന മർത്യന പ്രയാസേന മുക്തിയും സിദ്ധിച്ചിടുമല്ലോ സംശയമേതും ആകയാൽ ഇവനെയും വഞ്ചിച്ചു ദുഃഖിപ്പിച്ചു ഞാൻ പ്രാകൃത പുരുഷനെ പോലെ എന്നകതാരിൽ നിർണയിച്ചവരനോടരുൾ ചെയ്തിടിനാൽ പർണശാലയിൽ സീതയ്ക്ക് ആരൊരു തുണയുള്ളൂ എന്തിനിങ്ങോട്ടു പോന്നു ജാനകി തന്നെ ബലാലെന്തിനു വെടിഞ്ഞു നീ രാക്ഷസവരളെയും കൊണ്ടുപോകയോ ഒന്നു ഭക്ഷിച്ചു കളയുകയോ കണ്ടകജാതികൾക്ക് എന്തൊരാതാത്തതോർത്താൽ അഗ്രജവാക്യമേവം കേട്ടു ലക്ഷ്മണൻ താനും അഗ്രേ നിന്നുതടൻ തൊയ്യുതു വിവശനായി ഗദ്ഗദാക്ഷരമുര ചെയ്തിതു ദേവിയുടെ ദുർഗ്രഹ വചനങ്ങൾ ബാഷ്പവും തൂകി തൂകി ഹാഹാ ലക്ഷ്മണ പരിത്രാഹി സൗമിത്രേ ശീഘ്രം ഹാഹാ രാക്ഷസൻ എന്നെ നിഗ്രഹിച്ചിടും ഇപ്പോൾ ഇത്തരം നക്തഞ്ചരന്മാർ വിലപങ്ങൾ കേട്ടു മുഗ്ധഗാത്രിയും തവനാഥമെന്നുറയ്ക്കയാൾ അത്യർത്ഥം പരിതാപം കൊണ്ട് വിലാപിച്ചു സത്വരം ചെന്നു രക്ഷിക്കാൻ എന്നോടരുൾ ചെയ്തു ഇത്തരനാഥം മമ ഭ്രാതാവിനുണ്ടായി വര ചിത്തമോഹവും വേണ്ട സത്യമെന്നറിഞ്ഞാലും രാക്ഷസനുടെ മായാഭാഷിതമെന്നു നൂനം കാൽക്കണം പൊറുക്കനാൻ എന്നു പലവരും ചൊന്നേൻ എന്നത് കേട്ടു ദേവി പിന്നെയും മുര ചെയ്താൾ എന്നോട് തരം എന്നവയെല്ലാം ഇപ്പോൾ നിന്തിരു മുന്നിൽ ഞാൻ ചൊല്ലുവാൻ പണിയെന്നാൽ സന്താപത്തോടും ഞാൻ കർണങ്ങൾ പൊത്തിക്കൊണ്ട് ചിന്തിച്ചു ദേവികളെ പ്രാർത്ഥിച്ചു രക്ഷാർത്ഥമായി നിന്തിരു മലരടി വന്ദിപ്പാൻ വളകൊണ്ടേൻ എങ്കിലും പിയച്ചിതു പോണത് സൗമിത്രേ നീ ശങ്കയുണ്ടായുമോ ദുർവചനങ്ങളെ കേട്ടാൽ യോഷന്മാരുടെ വാക്കു സത്യമെന്നോർക്കുവൻ ബോഷ നേത്രയുമെന്നറി നീ അറിയുകയില്ലയോ രക്ഷസാം പരിശങ്ങൾ കൊണ്ടുപോയി കളയോട് ഭക്ഷിച്ചു കളയുകയോ ചെയ്തെന്നറിഞ്ഞില്ല ഇങ്ങനെ നിലച്ചുടന്താർ ഭാഗത്തിങ്കൽ ചെന്നും അങ്ങനെ നോക്കി
കാണാതങ്ങൾപ്പെടെ രാമൻ ദുഃഖഭാവവും കൈക്കൊണ്ടെത്രയും വിലാപിച്ചാൻ. നിഷ്കളനാത്മരാമൻ നിർഗുണാത്മനാവൻ ഹാഹാ വല്ലഭേ സീതേ ഹാഹാ മൈഥിലീനാഥേ ആഹാ ജാനകി ദേവി ഹാഹാ മൽപ്രാണേശ്വരി. എന്നെ മോഹിപ്പിച്ചതെന്നെ മറഞ്ഞിരിക്കുകയോ ധന്യേ നീ വെളിച്ചത്ത് വന്നിടു മടിയാതെ. ഇത്തരം പറയുകയും കാനനം തോറും നടത്തങ്ങൾ പൂണ്ടന്വേഷണം കാണാനു വിവശനായി. വനദേവന്മാരെ നിങ്ങളുമുണ്ടോ കണ്ടു വനചേനകനായ സീതയെ സത്യം ചൊൽവന്. മൃഗസഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു മൃഗലോചനായ ജനകീപുത്രനെ പുത്രിയെ. പക്ഷി സഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു പഷ്ക്വളാക്ഷിയെ മമ ചൊല്ലുവൻ പരമാർത്ഥം. വൃക്ഷവൃന്ദമേ പറഞ്ഞിടുവിൻ പരമാർത്ഥം. പുഷ്കരാക്ഷിയെ നീ എങ്ങാനുമുണ്ടോ കണ്ടു. ഇത്തമോരോന്നേ പറഞ്ഞെത്രയും ദുഃഖം പൂണ്ടു സത്വരം നീള തിരങ്ങനുമേ കണ്ടീലയോ. സർവദൃ സർവേശ്വരൻ സർവജ്ഞൻ സർവാത്മാവാൻ സർവകാരണ സേനേ ജഗനൻ പരിപൂർണൻ നിർമ്മലൻ നിരാകരൻ നിരഹങ്കാരൻ നിത്യൻ നിർമ്മല ഖണ്ഡാനന്ദാത്മകൻ ജഗന്മയൻ മായയാ മനുഷ്യഭാവേന ദുഃഖിച്ചിടിനാൽ കാര്യമാനുഷൻ. മൂഢാത്മകളെ പാനായി തത്വജ്ഞാന്മാർക്ക് സുഖദുഃഖങ്ങൾ വേദങ്ങളൊന്നും ചിത്തെ തോന്നുകയുമില്ല. ജ്ഞാനമില്ലായ്കയിൽ ജടായുഗതി. ശ്രീരാമദേവനേവം തിരഞ്ഞു നടക്കുമ്പോൾ തേരടിഞ്ഞ് തടഞ്ഞു വീണാകുലം അവിടയിൽ. ശാസ്ത്രശാപങ്ങൾ കൂടവേ കിടക്കുന്നത് എത്രയും അടുത്തു കാണായുന്നു മധ്യമാർഗം. അന്നേരം സൗമിത്രയോടരുൾ ചെയ്തു രാമൻ ഭിന്നമായൊരു രഥം കാൺകടോ കുമാര നീ. തന്വങ്കിതനായൊരു രാക്ഷസൻ കൊണ്ടുപോകുമ്പോൾ അഗ്നിയക്ഷരാക്ഷസവന്മാരോട് പോർ ചെലുത്തിടനാൽ. അന്നേരം അയിഞ്ഞ തോൽക്കപ്പിതോ കിടക്കുന്നു എന്നു വീണീടാം അവർ കൊന്നാരോ ഭക്ഷിച്ചാരോ. ശ്രീരാമനേവം പറഞ്ഞിത്തിരി നടക്കുമ്പോൾ ഘോരമായൊരു രൂപം കാണായി ഭയാനകം. ജാനകി തന്നെ തിന്നു തൃപ്തനായൊരു യാതുദാന നീ കിടക്കുന്നതത്ര നീ കണ്ടില്ലയോ. കൊല്ലുവയനീവനെ ജ്ഞാൻ വൈകാതെ ബാണങ്ങളും വില്ലും ഇങ്ങാശു തന്നിടുന്ന കേട്ട നേരം വിത്രസൗഹൃദയനായി പക്ഷിരാജനും ചൊന്നാൻ. വദ്യവനല്ലഹം തവ ഭക്തനായൊരു ദാസൻ മിത്രമെത്രയും തവനാനതു വിശേഷിച്ചും സ്നിഗ്ധനായി ഒരു പക്ഷിയാം ജടായു ഞാൻ. ദുഷ്ടനാം ദശമുഖൻ നിന്നുടെ പത്നിയെ തന്നെ കട്ടുകൊണ്ട കാശേ പോകുന്നേരമറിഞ്ഞു ഞാൻ. പെട്ടെന്നു ചെന്നു തടുത്തവനെ യുദ്ധം ചെയ്തു മുട്ടിച്ചു തേരും വില്ലും പൊട്ടിച്ചു കളഞ്ഞപ്പോൾ. വെട്ടിനാൻ ചന്ദ്രഹാസം കൊണ്ടവൻ ചാനം അപ്പോൾ പുഷ്പവേദനയോടും ഭൂമിയിൽ വീണാനല്ലോ. നിന്തിരുവടിയെ കണ്ടൊഴിഞ്ഞു മരിയാകെ നിന്ദിരാവരിയോട് വരവും വാങ്ങിക്കൊണ്ടേൻ. തൃക്കൺ പാർക്കണമെന്നെനി കൃപയാ കൃപാനിതേ തൃക്കൈയിലെന്ന നിത്യമുൾക്കാമ്പിൽ വസിക്കണം. നിത്തരം ജടായുധൻ വാക്കുകൾ കേട്ടു നാഥൻ ചിത്തകാരുണ്യം പൂണ്ട് ചെന്നടുത്തിരുന്നു ഞാൻ. തൃക്കൈകൾ കൊണ്ട് കലോടിനാൻ അവനുടൻ ദുഃഖാശ്രുപർണനയനത്തോടും. രാമചന്ദ്രൻ ചൊല്ലു ചൊല്ലാഹോ മമ വല്ലഭാ വൃത്താന്തം നീ എല്ലാം എന്നത് കേട്ടു ചൊല്ലിടാൻ. ജടായുവും രക്ഷോനായകനായ രാവണൻ ദേവി തന്നെ ദക്ഷിണീ ദിശി കൊണ്ടുപോയതെന്നറിഞ്ഞാലും ചൊല്ലുവാനില്ല ശക്തി മരണപീഡിയാലെ നല്ലതു വരുവാനായി അനുഗ്രഹിക്കണം. നിന്തിരുവടി തന്നെ കണ്ടുകൊണ്ടിരിക്കവേ ബന്ധമേറ്റേടും വണ്ണം മരിപ്പാൻ അവകാശം വന്നതു ഭവൽ കൃപാപാത്രമാകയലാലഹം. പുണ്യപുരുഷോത്തമ ദയാനിതേ നിന്തിരുവടി സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു പരമാത്മാനന്ദ പരമാത്മാമായ മനുഷ്യരൂപേ സന്ദർഭമന്തർഭാഗ്യ വസിച്ചിടുക വേണം. നിന്തിരുമേനി കനശ്യാമളമവിരാമം അത്യന്തകാലത്തിങ്കലീ വണ്ണം കാണായ മൂലം ബന്ധുവുമുറ്റ മുക്തനായ ഞാനെന്നു നൂനം. ബന്ധുഭാവേന ദാസനായി ഒരിടത്തകനെ ബന്ധുക സുമസത് തൃതകലതലം തന്നാൽ ബന്ധുവത്സലാമന്ദം തൊട്ടരുളേകൾ മെന്നാൽ നിന്ദരുമലരടിയോടു ചേർന്നിടാമല്ലോ. ഇന്ദിരാപതിയതു കേട്ടുടൻ തലോടിനാൻ മന്ദമന്ദം പൂർണ്ണാത്മാനന്ദം വന്നിടും വണ്ണം. അന്നേരം പ്രാണങ്ങളെ ത്യജിച്ചു ജടായുവും മന്നിടം തന്നിൽ വീണത് നേരത്തു രാഘുവരൻ കണ്ണുനീർ വാർത്തു ഭക്തവാത്സല്യ പരവശന അർണോജനേത്രൻ പിതൃമിത്രമാം പക്ഷീന്ദ്രൻ ഉത്തമാംഗത്തെ അടുത്തു സംഗിനി ചേർത്ത് ഉത്തരകാര്യർത്ഥനായി സോദരനോട് ചൊന്നാൻ. കഷ്ടങ്ങൾ കൊണ്ടുവന്നു നല്ലൊരു ചിത തീർത്തു കൂട്ടണം അഗ്നി സംസ്കാരത്തിനു വൈകിടാതെ. ലക്ഷ്മണനതു കേട്ടു ചിതയും തീർത്തിയിടിനാൻ. തക്ഷണം കുളിച്ചു സംസ്കാരവും ചെയ്തു പിന്നെ സ്നാനവും കഴിച്ചു ഗദ്രിയാഗ്തിയും ചെയ്തു. കാനനെ തത്രം മൃഗം വന്ദിച്ചു മാംസഖണ്ഡം പുല്ലിന്മേൽ വെച്ചു ജലാദികളും നൽകിയിടിനാൽ. നല്ലൊരു ഗതി അവനുണ്ടാവാൻ പ്രാർത്ഥനായി. പക്ഷികളവയെയും ഭക്ഷിച്ചു സുഖിച്ചാലും പക്ഷീന്ദ്രൻ ഇതുകൊണ്ട് തൃപ്തനായി ഭവിച്ചാലും കാരുണ്യമൂർത്തി കമലേക്ഷണൻ മധുവൈരി സാരൂപ്യം ഭവിക്കുമെന്ന് സാദരമരു ചെയ്തു. അന്നേരം വിമാനമാരുഹ്യ ഭാസ്വരം സന്നിഭം ദിവ്യരൂപം പൂണ്ടൊരു ജടായുവും ശങ്കാധിഗത പത്മമകുട പീതാംബരാൻ
അത്യന്ത രൂപം പൂണ്ട വിഷ്ണു പാർഷദന്മാരാൽ പൂജിതനായി സ്തുതിക്കപ്പെട്ടു മുനികളാൽ തേജസാ സകല ദിവ്യാപ്ത നായകനായി വന്നു സന്നദ്ധഗാത്രത്തോടൊരുന്നത ഭക്തിയോടെ രാമനെ സ്തുതിച്ചിരുന്നാൽ ജടായു സ്തുതി അഗണ്യഗുണമാദ്യമഭയപ്രമേയം അഖില ജഗൽ സൃഷ്ടി സ്ഥിതി സംഹാരമൂലം പരമം പരമാനന്ദപരാത്മാനം വരദമകം പണതോസ്മി സന്തതം രാമം മഹിത കടാക്ഷ ഭിക്ഷപിതാമരുഷൂജം രഹിതാപതി സുഖമിന്ദിരാ മനോഹരം ശ്യാമളം ജടാമകുടാജലം ചാപശര കോമളക്കരാംബുജം പ്രണതോസ്മ്യഹം രാമം ഭൂവനകമനീയ രൂപമീഡിതം ശതശരിവിഭാസുരഭീഷ്ടപ്രദം ശരദം സുരപാദഭൂമരചിതം നീലചലം സുരസഞ്ജയ സേവ്യം പ്രണതോസ്മ്യഹം രാമം ഭവഗാനനവദഹന നാമധേയം ഭവ പങ്കജമുഖദൈവതം ദേവം ധനുജപതി കോടി സഹസ്ര വിനാശനം മനുജകാരം ഹരിം പ്രണതോസ്മ്യഹം രാമം ഭവഭാവനാദൂരം ഭവവത്സ്യരൂപവനം ഭവഭീരിഹിതം വിരഹിതം മുനിസേവിതം വരം ഭവസാഗരതരണാഗ്ര പോതകം നിത്യം ഭവനാശായ ശിരശം പ്രണതോസ്മ്യഹം രാമം ഗിരിശഗിരിസുധാഹൃദയാംബുജവാസം ഗിരിനാശകധരം ഗിരിപക്ഷാരി സേവ്യം സുരസഞ്ജയധനുജേന്ദ്ര സേവിതപാദം സുരപണിനിവനം പ്രണതോസ്മ്യഹം രാമം പരതാർത്ഥാർത്ഥ പരിവർജിതമനീശനാം പരപുരുഷ ഗുണബോധി സന്തുഷ്ടമാത്മാ പരലോകൈകീത നിരതാത്മനാം ദേ സേവ്യം പരമാനന്ദമയം പ്രണതോസ്മ്യഹം രാമം സ്മിതസുന്ദര വികസിത ഭക്താംബോരുഹം സ്മൃതഗോചരമസിതാംബുദ വളേവരം സീതപങ്കജലോചുരുനയനം രഘുവരം ക്ഷിതിനന്ദിനീവരം പ്രണതോസ്മ്യഹം രാമം ജലപാത്രൗക സ്ഥിതവിമകണ്ഡലം പോലെ സകല ജരാജന്തുക്കളുള്ളിൽ വായും പരിപൂർണാത്മാനദ്വയമവ്യഗമേകും പരമം പരാപരം പ്രണതോസ്മ്യഹം രാമം വിധിമാധവ ശംഭൂരുപദേവേന ഗുണ ത്രയവിരാജിതം കേവലം വിരാജന്തം ത്രിദശ മുനിജനസ്തുതമഭക്തമഭജം ക്ഷിതിജാമനോഹരം പ്രണതോസ്മ്യഹം രാമം മന്മദശതകോടി സുന്ദരകളേബരം ജന്മനാശാദിഹീനം ചിന്മയം ജഗന്മയം നിർമ്മലം ധർമ്മകർമാധരവപ്യനാദരാരം നിർമ്മമാത്മാ രാമം പ്രണതോസ്മ്യഹം രാമം സ്തുതി കേട്ടു രാമചന്ദ്രനു പ്രസന്നനായി പത്രീന്ദ്ര തന്നോടരുളി ചെയ്തു മധുരമായി അസ്തുതേ ഭദ്രം ഗച്ഛപദം മേ വിഷ്ണോർ പരം ഈ സ്തോത്രമയുതയും പഠിച്ചതും കേട്ടുകൊണ്ടാൽ ഭക്തനായുള്ള വന്നിട്ടു മത്സ്യാരൂപം പക്ഷീന്ദ്ര നിന്നെ പോലെ മൽപാരായണനായാൽ ഇങ്ങനെ രാമവാക്യം കേട്ടൊരു പക്ഷി ശ്രേഷ്ഠൻ അങ്ങനെ ചെന്നു തന്നെ വിഷ്ണു സാരൂപ്യം പ്രാപിച്ചാൽ ബ്രഹ്മപൂജിതമായ പദവും പ്രാപിച്ചു ദേ നിർമ്മല രാമനമാകുന്നു ചൊല്ലുന്നത് കമ്പ ജരം പോലെ കബന്ധഗതി പിന്നെ ശ്രീരാമൻ സുമിത്രാത്മജനോടും കൂടി കിന്നനായി വനാന്തരം പ്രാപിച്ചു ദുഃഖത്തോടും അന്വേഷിച്ചോരോ ദിശി സീതയെ കാണുകയാൽ സന്നദ്ധൈര്യേണ വനമാർഗെ സഞ്ചരിക്കുമ്പോൾ രക്ഷോരൂപത്തോട് സത്വത്തെ കാണായി വന്നു തൽക്ഷണമേവം രാമചന്ദ്രനും അരുൾ ചെയ്താൻ ഭക്ഷ്യസീവദനവും യോജന ബാഹുക്കളും ചക്ഷുരാദികളും എന്തൊരു സത്വമിതം ലക്ഷ്മണൻ കണ്ടായോ നീ കണ്ടോളം ഭയമുണ്ടാവും ഭക്ഷിക്കും ഇപ്പോൾ ഇവൻ നമ്മെ അറിഞ്ഞാലും പക്ഷിയും മൃഗവും എല്ലത്രയും ചിത്രം ചിത്രം ഭക്ഷ്യസി വക്രം കാലും തലയുമില്ലാതാനും രക്ഷസു പിടിച്ചുടൻ ഭക്ഷിക്കും മുമ്പേ നമ്മെ രക്ഷിക്കും പ്രകാകവും കണ്ടിട നിരൂപിച്ചാൽ തദ്ഭുത മധ്യസ്ഥാനാരായത് കുമാരനാം കൽപ്പിതം ദാതാവിനെന്താതുവരും രാഘവനേവം പറഞ്ഞിടോനന്തരം ആകുലം ചെന്നൊരു ലക്ഷ്മണൻ ഉര ചെയ്താൻ പോരും വ്യാകുല ഭാവത്തെ എന്തിരി വിചാരിപ്പോരോരോരോ കരം ചെയ്തിക്കേണം നാം ഇരുവരും തൽക്ഷണം ചെയ്തിച്ചിതു ഭക്ഷിണഭുജം രാമൻ ലക്ഷ്മണൻ വാമകരം ചെയ്തിതാനതു നേരം രക്ഷോവീരനും അതിവിസ്മയം പൂണ്ടു രാമലക്ഷ്മണന്മാരെ കണ്ടു ചോദിച്ചാൽ ഭയത്തോടെ ഭക്തം അദ്ഭുത ജനങ്ങളെ ചെയ്തിടുവാൻ ശക്തന്മാരായി ഭുവനങ്ങളിൽ ആരും ഉണ്ടായിരിക്കിയാൽ അത്ഭുതകാരന്മാരാം നിങ്ങൾ ആരിരുവരും സൽപുരുഷൻ എന്നു കൽപ്പിച്ചിടുവൻ ഞാനും ഘോരകാനന പ്രദേശത്തിങ്കൽ വരുവാനും കാരണമെന്തു നിങ്ങൾ സത്യം ചൊല്ലുക വേണം ഇത്തരം കബന്ധവാക്യങ്ങൾ കേട്ടൊരു പുരുഷോത്തമൻ ചിന്തിച്ചുടനെ മരുൾ ചെയ്തു കേട്ടാലും ദശരഥനമായ അയോധ്യാധിപതി ജ്യേഷ്ഠനന്തരമഹം രാമനല്ലോ നാമം സോദരം ഇവൻ മമ ലക്ഷ്മണൻ എന്നു നാമം സീതയനുണ്ടു മമ ഭാര്യയൊരു നാരി പോയി ഞങ്ങൾ നായാട്ടിനതു നേരമാവായ അഭിനിശാചരൻ കട്ടു കണ്ടുങ്ങു പോയാൽ കാനനം തോറും ഞങ്ങൾ തിരഞ്ഞു നടക്കുമ്പോൾ കാണായി നീ എന്ന ഭീഷണവേഷത്തോടും പാണികൾ കൊണ്ടു തവ വേഷ്ടിതന്മാരാകയാൽ പ്രാണരക്ഷാർത്ഥം ചെയ്തിടേൻ കരങ്ങളും ആരടോ വികൃതരൂപം ധരിച്ചൊരു ഭവാൻ നേരോടെ പറക്കുന്നു രാഘവൻ ചോദിച്ചപ്പോൾ
സന്തുഷ്ടാത്മാവ പറഞ്ഞിടനകബന്ധനനും നിന്തിരുവടി തന്നെ ശ്രീരാമദേവനെങ്കിൽ ധ്യാന ധന്യനായി വന്നനകം തിന്തിരുടെ തന്നെ മുന്നിലേറ്റം മാറു കാണായി വരുമെന്ന് നിമിത്തമായി ദിവ്യനായിരിപ്പോൾ ഗന്ധർവനകം രൂപ യൗവനദർപ്പിതനായി സഞ്ചരിച്ചിടുങ്കാലം സുന്ദരീ ജനമധ്യോദ്ധൈര്യവും ധരിച്ചതി സുന്ദരനായൊരു ഞാൻ ക്രീഡിച്ചു നടക്കുമ്പോൾ അഷ്ടാവക്രനെ കണ്ടു ഞാൻ അഭസിച്ചതു ദുഷ്ടമായ മഹാമുനി ശാപവും നൽകിയിരുന്നാൽ ദുഷ്ടനായുള്ളൊരു നീ രാക്ഷസനായി പോകുന്നാൽ തുഷ്ടനായിരിക്കാൻ ശാപാനുഗ്രഹം നൽകിയിടുവാൻ സാക്ഷാൽ ശ്രീനാരായണൻ തന്തിരുവടി തന്നെ മോക്ഷദന്ത ശരദപുത്രനായി ത്രേതായുഗേ വന്നതപതരിച്ചു നീ ബാഹുക്കളെ വാഹുക്കളറുക്കുമ്പോൾ വന്നിടുമല്ലോ ശാപമോക്ഷവും നിനക്കെടോ താപസ ശാപം കൊണ്ടു രാക്ഷസനായൊരു ഞാൻ താപേന വന്നടന്നിടും കാലമെങ്ങൊരു ദിനം ശതം മഞ്ഞുവിനെ പറഞ്ഞിടരുത്തിരുഷ ശതക്കോടിയാൽ തലയറുത്തു ശതമുഖൻ വജ്രമേറ്റും മമ വന്നീല മരണമവന് മമ താന്നൊരു വരത്തിനാൽ വദ്യനല്ലായി മൂലം വൃത്തിക്കു മഹേന്ദ്രനും ഉത്തമാംഗത്തെ മമ കുക്ഷിയിലാക്കിയിടിനാൽ വക്രപാദങ്ങൾ മമ കുക്ഷിയിലാക്കിയ ശേഷം ഹസ്തയും അവനൊരു യോജനയായതങ്ങനെ വർത്തിച്ചിടുന്നത്ര വൃത്തിക്കു ശക്രാഞ്ജയ സത്വസഞ്ചയം മമ ഹസ്തമധ്യസ്ഥമായാൽ വക്രേഷു ഭക്ഷിച്ചു ഞാൻ വർത്തിച്ചിനത്രയും ഉത്തമോത്തമാ രഘുനായക ദയാനിധേ ഭക്തിയും ജ്വലിപ്പിച്ചു ദേഹവും ദഹിപ്പിച്ചാൽ പിന്നെ ഞാൻ ഭാര്യമാർഗമൊക്കവേ ചൊല്ലിയിടിനൻ വേദനയിച്ചതിലെന്തലും മുങ്ങുമിറ്റു വീതി ഹോത്രനെ ജ്വലിപ്പിച്ചിതു സൗമിത്രയും തത്രൈവ കബന്ധദേഹം ദഹിച്ചന നേരം തദ്ദേഹത്തിൽ നിന്നുദ്ധനായട കാണി ദിവ്യ വിഗ്രഹത്തോടും മന്മത സാമനായി സർവഭൂഷണ പരിഭൂഷിതനായ നേരം രാമദേവനെ പ്രദക്ഷിണവും ചെയ്തു ഭക്തിഭൂമിയിൽ സാഷ്ടാംഗമായി വണങ്ങിയതിനാൽ നമസ്കാരം മൂന്നിരു ചെയ്തു കൂപ്പിയെഴുന്നേതിന് പിന്നെ മാന്യനാം ഗന്ധർവനും ആനന്ദ വിവശനായി കൊൾമയിർ കൊണ്ടു ഗദക്ഷരാക്ഷരവാണികളാം കോമളാംഗാപദത്തിനെ സ്തുതിച്ചിടിനാൽ കബന്ധസ്തുതി നിന്തിരുപടിയുടെ തത്വം അത് നോക്കവരും ചിന്തിച്ചാൽ അറിഞ്ഞുകൂടാതെ വന്നാകിലും നിന്തിരുപടി തന്നെ സ്തുതിപ്പാൻ തന്നിടുന്നു സന്തതം മദ്വന്തം കൊണ്ടൊരു മഹാമോഹം അന്തവുമാതിരുള്ളൊരു ബ്രഹ്മനാത്മനി തെളിഞ്ഞുണർത്തു വസിക്കണം അന്ധകാരങ്ങൾ എന്നാനന്ദമുദികേണം ബന്ധുവും മുറ്റ് മോക്ഷപ്രാപ്തിയും അരുളേണം അവ്യക്തമതി സൂക്ഷ്മമായൊരു ഭവരൂപം സുവ്യക്ത ഭാവേന ദേഹദ്വയ വിലക്ഷണം തദ്രൂപമേകമന്യൻ സകല ദൃഷ്ടയും ജഡം ദൃഗ്ഭാഗ്യമാത്മാനമയ ജലനാനികൾ എന്നിങ്ങനെ അറിഞ്ഞു മനസ്സവ്യക്തം മങ്ങിയിടതൊരു പരമാനന്ദം ബ്രഹ്മാനന്ദം ബുദ്ധ്യാത്മാഭാസങ്ങൾ കളയുന്നത്യമത്ര ജീവൻ ബുദ്ധ്യാദി സാക്ഷിഭൂതം ബ്രഹ്മൻ എന്നതും ന്യൂനം നിർവികാര ബർമ്മണി നിഖിലാത്മനി നിത്യ നിർവിശാങ്കേന ലോകമജ്ഞാനമോഹവശാൽ ആരോപിക്കപ്പെട്ടൊരു തൈജസം സൂക്ഷ്മദേഹം ഹിരണ്യമതു വിരാട് പുരുഷനസി സ്ഥൂലം ഭാവനാ വിഷയമെന്നത് യോഗീന്ദ്രാണം കേവലം തത്ര കാണാനിടുന്നു ജഗത്തെല്ലാം ഭൂമിയായതും ദവ്യമായതും ഭവിഷ്യത്തും ഹേതുനാ മഹത്തത്വാദാവൃതം സ്ഥൂലദേഹ ബ്രഹ്മാഘോഷ വിരാട് പുരുഷ കാണാകുന്നു സന്മയം എന്ന പോലെ ലോകങ്ങൾ 14 തുങ്കനാം വിരാട് പുരുഷനാകിയ ഭഗവാൻ തന്നംഗങ്ങളല്ലോ 14 ലോകവും ന്യൂനം പാതാളം പാദമൂലം പാക്ഷികൾ മഹാതലം നാദാതേ ഗുൽഫം രസാതലവും തലാതലം ചാരുജാനുക്കളല്ലോ സുതലം രഘുപതേ ഊരുകാണ്ഡങ്ങൾ തവ വിലതലമതലവും ജഗന്നം മഹീതലം നാഭിതേ നഭസ്ഥലം രഘുനാഥ ഘോരസ്ഥലമായതു സുരലോകം കണ്ടദേശം തേ മഹർലോകം എന്നറിയണം തുണ്ടമായതു ജനലോകം എന്നതും ന്യൂനം ശങ്കദേശം തേ തപോലമങ്ങിങ്ങനെ മീതെ പങ്കജയോനി വിവാസമാകിയ സത്യലോകം ഉത്തമാകിയ തേ പുരുഷോത്തമ ജഗൽപതേ സത്താമാത്രഗത് മേഘജാലങ്ങൾ കേശങ്ങളും ശക്രാതിലോകപാലന്മാർ ഭുജങ്ങൾ ദിക്കുകൾ കർണങ്ങളും അശ്വിനികൾ നാസികളും ഭക്തമായുള്ളതു അഗ്നിനേത്രമാദിത്യൻ തന്നെ ചിത്രം എത്രയും മനസായതു ചന്ദ്രനല്ലോ ഭൂഭംഗമല്ലോ കാലം ബുദ്ധി വാക്പതിയല്ലോ കോപകാരണ മഹാകാരമായതു രുദ്രൻ വാക്കെല്ലാം ഛന്ദസുകൾ ദംഷ്ട്രങ്ങൾ യമനല്ലോ നക്ഷത്ര പങ്ക്തിയെല്ലാം ദ്വിജപങ്ക്തിയല്ലോ ഹാസമായതു മോഹകാരിണി മഹാമായ വാസനാ സൃഷ്ടിസ്തവാംബാംഗമോഷണമല്ലോ ധർമ്മം നിൻ പുരോഭാഗധർമ്മം പൃഷ്ഠഭാഗം ഉന്മേഷ നിമിഷങ്ങൾ ദിനരാത്രികളല്ലോ സപ്തനാഗരങ്ങൾ നിൻ കുക്ഷിദേശങ്ങളല്ലോ സപ്തമാരുതന്മാരും നിശ്വാസഗണമല്ലോ നദികളെല്ലാം തവനാദികളാകുന്നതും പൃഥ്വീതരണങ്ങൾ പോലിസ്ത കാണുന്നതും വൃക്ഷാധ്യക്ഷതങ്ങൾ തേ ഗ്രോമങ്ങളാകുന്നതും ത്യക്ഷനാം ദേവൻ തന്നെ ഹൃദയമാകുന്നതും വൃഷ്ടിയായതും തവ രേതസെന്നറിയേകണം പുഷ്ടമാം മഹീപതേ കേവല ജ്ഞാനശക്തി സ്ഥൂലമായുള്ള വിരാട് പുരുഷ രൂപം തവ
കാലേ നിത്യവും ധ്യാനിക്കുന്നവനുണ്ടാകും മുക്തി. നിന്തിരുപടിയൊയില്ല കിഞ്ചന വസ്തു സന്തതം നേതൃരൂപം ചിന്തിച്ചു വണങ്ങുന്ന നിക്കാലം ഇതികാളും മുഖ്യമായിരിപ്പോൾ ഇതാ കാണുകിയ രൂപം എപ്പോഴും തോന്നിയിടണം. താപസവേഷം ധരാവല്ലഭം ശാന്താകാരം ചാപേശുകരം ജടായി വൈകലഭൂഷണം കാനന വിചിത്രനന്ദം ജാനകി സലക്ഷ്മണം മാനവശ്രേഷ്ഠം മനോജ്ഞം മനോഭവ സമം മാനസേ വസിപ്പതിനാലായിരം ചിന്തിക്കുമ്പോൾ ഭാനുവശോത്ഭൂതനാം ഭഗവൻ നമോ നമഃ. സർവജ്ഞൻ മഹേശ്വരൻ ഈശ്വരൻ മഹാദേവൻ സർവനവ്യയൻ പരമേശ്വരിയോടും കൂടി നിന്തിരുവടിയെയും ധ്യാനിച്ചു കൊണ്ടു കാശ്യമാം സന്തതം വരുന്നേളിടുന്നു മുക്ത്യർത്ഥമായി. തത്രൈവ മുമുക്ഷുകളായുള്ള ജനങ്ങൾക്കു തത്വബോധാർത്ഥം നിത്യം താരക ബ്രഹ്മവാക്യം രാമരാമേതി കനിഞ്ഞുപദേശവും നൽകി സോമനാഥൻ വസിച്ചിടുന്നു സദാകാലം. പരമാത്മാവ് പരബ്രഹ്മം നിന്തിരുവടി പരമേശ്വരനായതറിഞ്ഞു വൈപോലെ മൂഢന്മാർ ഭവത്തത്വം എങ്ങനെ അറിയുന്നു മൂടിപ്പോകയാൽ മഹാമായ മോഹാന്തരെ. രാമഭദ്രായ പരമാത്മനെ നമോ നമഃ. രാമചന്ദ്രായ ജഗ സാക്ഷിനെ നമോ നമഃ. പാഹിമാം ജഗന്നാഥ പരമാനന്ദ രൂപ പാഹി സൗമിത്ര സേവ്യ പാഹിമാം ദയാനിധേ. നിന്മാഹാ മായാദേവി എന്ന മോഹിപ്പിച്ചിടുനമ്പുജ വിലോചന സന്തതം നമസ്കാരം. കീർത്തമുദ്ഭക്ത്യാ സ്തുതിച്ചു ഗന്ധർവനായുത്തമ പുരുഷനാം ദേവനും അരുൾ ചെയ്തു സന്തുഷ്ടനായ തവ സ്തുത്യാ നിശ്ചല ഭക്ത്യാം. ഗന്ധർവശ്രേഷ്ഠ ഭവാൻ മൽപദം പ്രാപിച്ചാലും സ്ഥാനം മേ സനാതനം യോഗീന്ദ്രഗമ്യം പരമാനന്ദം പ്രാപിക്കനീ മൽപ്രസാദത്തിലടോ. അത്രയും അല്ല പുനരൊന്നനുഗ്രഹിപ്പാനസ്തത്തോളം ഭക്ത്യാ ജപിച്ചിടുന്നു ജനങ്ങൾക്കും മുക്തി സംഭവിച്ചിടുമില്ല സംശയമേതും ഭക്തനാം നിനക്കപ്പതിവര. ഇങ്ങനെ വരാം വാങ്ങിക്കൊണ്ട് ഗന്ധർവശ്രേഷ്ഠൻ മംഗളം വരുവാനായതും ചൊല്ലിയിടുന്നാൽ മുന്നിലാമാറു കാണും മതാംഗാശ്രമം തത്ര സമ്പാദി വസിക്കുന്നു ശംഭരി തപസ്വിനി ത്വൽപദാംബുജ ഭക്തി കൊണ്ടേറ്റവും പവിത്രയായ എപ്പോഴും ഭവാനെയും ധ്യാനിച്ചു വിമുക്തനായി അവിടെ ചെന്നു കണ്ടാൽ വൃത്താന്തം ചൊല്ലും അവ സുധ തന്നെ ലഭിക്കും നിനക്കെന്നാൽ ശംഭരിയാശ്രമ പ്രവേശം. ഗന്ധർവനേവം ചൊല്ലി മറഞ്ഞോരനന്തരം സന്തുഷ്ടമായൊരു രാമലക്ഷ്മണന്മാരും ഘോരമാവനത്തുടെ മന്ദം മന്ദം പോയി ചെന്നു ചേർന്നു ശബരിയാശ്രമം വകപൂണ്ടാൽ സംഭവത്തോടും പെരുത്തനായ തപസി ഭക്തിയ സമ്പാദിച്ചിതു പദാംബോരുഹത്തിങ്കൽ സന്തോഷപൂർണാശ്രുവ നേത്രങ്ങൾ കൊണ്ടവളുമായൊരു ചെയ്തു പ്രാധാർത്ഥ സനാദികളെ പൂജിച്ചു തൽപ്പാതി തീർത്ഥാഭിഷേകവും ചെയ്തു ഭോജനത്തിന് ഫലമൂലങ്ങൾ നൽകിനാൽ പൂജയും പരിഗ്രഹണം തെച്ചിരുന്ന രാജീവനേത്രനാം രാജനന്ദനാമരും അന്നേരം ഭക്തി പൂണ്ടു തൊയ്തു ചൊല്ലാൽ അവൾ ധന്യയായി വന്നേനകം പുണ്യാഗിരേകയാൽ എന്നുടെ ഗുരുഭൂതനാ മുനിജനം നിന്നെയും പൂജിച്ചനായിട്ടുണ്ട് വന്നാൽ അന്നു ഞാൻ അവരെയും ശുശ്രൂഷിച്ചത്. പിന്നെ പോയി ബ്രഹ്മപദം പ്രാപിച്ചോരവർക്കളും എന്നോട് ചൊന്നാർ അവരേതു ഖേദിയാതെ തന്നെ നീ വസിച്ചാലും ഇവിടെ തന്നെ നിത്യം പന്നകശായിയായി പരമപുരുഷൻ പരമാർത്ഥമായി വന്നതിൽ ചെയ്തുരാശവർത്തനായി നമ്മെ ധർമ്മത്തെയും രക്ഷിച്ചു കൊള്ളുവാൻ ഇപ്പോൾ നിർമ്മലന് ചിത്രകൂടത്തിൽ വന്നിരിക്കുന്നു. വന്നിടും ഇവനേക്ക് രാഘവൻ എന്നാൽ അവൻ തന്നെയും കണ്ടു ദേഹത്യാഗവും ചെയ്താലും നീ വന്നിടുമെന്നാൽ മോക്ഷം നിനക്കെന്നുമേ നൂനം വന്നിത വണ്ണം ഗുരുഭാഷിതം സത്യമല്ലോ. നിന്തിരുവടിയുടെ വരവും പാർത്തു നിന്തിരുവടിയുടെ ധ്യാനിച്ചു വസിച്ചു ഞാൻ ശ്രീപദം കൊണ്ടുവൾ മരുൾഭൂത ഭക്തന്മാരും താപസന്മാർ പോലും യോഗം വന്നില്ലയോ. ജ്ഞാനമില്ലാതെ ഹീനജാതിയുമുള്ള മൂടനാണ് ഇതൊന്നോരോ മുദരിക്കണമല്ലോ. വാങ്മനോവശമാതൊരു ഭവദ്രൂപം കാൺമായതാവശം വന്നതു മഹാഭയം. തൃക്കയിൽ നിന്ന് കുപി സുധിച്ചാലും അവൾക്കുള്ള മുക്കമലത്തെ അറിഞ്ഞു ദയാനിതേ. രാഘവൻ അത് കേട്ട് ശബരിയോട് ചൊന്നാൽ ആകുലം കൂടതിനം പറയുന്നത് കേൾക്കുന്നീ പുരുഷ സ്ത്രീ ജാതിനാമാശ്രമാദി ങ്ങളല്ല കാരണം മമ ഭജനത്തിനു ജഗത്രയെ ഭക്തിയൊന്നു മറ്റില്ല കാരണമേതും മുക്തി വന്നിടുമല്ലോ മറ്റേരുമെന്തും തീർത്ഥസ്നാനാദി തപോധന വേദ്യാന്തയന ക്ഷേത്രാധിപാപസയോഗാദി കർമ്മങ്ങളാൽ ഒന്നിലൊത്തന്നവന് കണ്ടിടുകയില്ലയോ എന്ന ഭക്തിയൊന്നു കാണുന്ന നാനാനം ഭക്തി സാധനം സംശയിപ്പിച്ചു ഞാൻ ചൊല്ലിയിടുവാൻ എത്തമേ കേട്ടുകൊള്ളുക നീ മുക്തി വന്നിടുമേ. മുഖ്യ സാധനയല്ലോ സജ്ജന സംഘം പിന്നെ മൽക്കഥാ ലാഭം രണ്ടാം സാധനം മൂന്നാമതും മൽഗുരു നേരം പിന്നെ മധ്വജോ വാക്യാതൃത്വം മൽജാതാചാരോപനം അഞ്ചാമതും പുണ്യശീലത്വം യമന വ്യാമാദികളോട് എന്നെ മുട്ടാതെ പൂജിക്കുമെന്നോർത്താമതും മന്ത്രമോപാസത്തെ മൊഴിയാതെ തെട്ടാമതും മംഗലശീലെ കേട്ടു ധരിച്ചു കൊള്ളണം നീ സർവത്ര ഭൂതങ്ങളെയും മന്മതിക്കുണ്ടാകുകയും സർവതാമൽ ഭക്തന്മാരിൽ
പരമാകൃത്യവും സർവബാഹ്യങ്ങളർത്ഥത്തിൽ വൈരാഗ്യം ഭവിക്കും സർവകാത്മാത്മാനാൻ എങ്ങനെ പോയി മറിയുകയും മഹത്തത്വ വിചാരം കോളമ്പത്രയും ഭദ്രചിത്തശുദ്ധിക്ക് മൂലമാതി സാധനം നൂനം ഉക്തമായി ഇത് ഭക്തി സാധനം നവവിധ മുത്തമേ ഭക്തി നിത്യമാർക്കും വിചാരിച്ചാൽ നിത്യരോ നിജങ്ങൾക്കെന്നാകിലും മൂഢതരം നാരികൾക്കെന്നാകിലും പുരുഷനെന്നാകിലും പ്രേമലക്ഷണനായ ഭക്തി സംഭവിക്കുമ്പോൾ വാമലോചനയും മമ തത്വാനുഭൂതി ഉണ്ടാകും. തത്വാനുപസിദ്ധയാൽ മുക്തിയും വരും. തത്ര ജനന്മനി മർത്യനത്തനെ ആകയാൽ മോക്ഷത്തിന് കാരണം ഭക്തി തന്നെ. ഭാഗവതാടിയെ ഭഗവൽ പ്രിയേ മുനിമുനി പ്രിയേ ഭക്തി ഉണ്ടാകത് കൊണ്ട് കാണുന്നത് തവ മുക്തി ഉണ്ടാമതു നിനക്ക് തപോധനെ ജാനകി മാർഗത് മറിഞ്ഞിടാനി പറയണം കേണവാതേത സീതാമൽ പ്രിയേ മനോഹരി രാഘവവാക്യവും കേട്ടൊരു ശബരിയും ആകുലം മഹാതരുൾ ചെയ്തി സർവവും അറിഞ്ഞിരിക്കുന്നതിലൂടെ സർവജ്ഞമാകിലും ലോകാനുസാർത്ഥം ചോദിച്ചു പറഞ്ഞിടുക സീതാദേവി ഖേദിച്ചു ലങ്കാപുരി തന്നെ വായുന്നു നൂനം കൊണ്ടുപോയതു ദശകണ്ഠ നിറഞ്ഞാലും കണ്ടിതു ദിവ്യദൃഷ്ട തണ്ടകല മർകളെ നാൻ മുമ്പിലാമാറുക കുറഞ്ഞൊന്നു തെക്കോട്ട് ചെന്നാൽ പമ്പയാം സരസിനെ കാണാം ധൻപുര ഭാഗ്യേ പശ്യപർവ്വതം പരമശ്രമുഖ്യാതം തത്ര വിശ്വസിച്ചിരിക്കുന്നു സുഗ്രീവൻ കബീഷൻ ഞാനും മന്ത്രികളോടും കൂടെ മാർത്താത്മരത്നജൻ ബാലിയെ പേടിച്ചു സങ്കേതമായിരുന്നു ദിനം ബാലിക്ക് മുനിശാപം പേടിച്ചു ചെന്നുകൂടാ പാലനം ചെയ്ത ഭവാൻ ഇപ്പോൾ വൈകി പോലെ സൗഖ്യവും ചെയ്തു കൊള്ളുക സുഗ്രീവൻ എന്നോടങ്ങൾ ദുഃഖങ്ങളെല്ലാം തീർന്നു കാര്യവും സാധിച്ചിടും എങ്കിൽ ഞാൻ എനിക്ക് പ്രവേശിച്ചു ചെയ്താൽ പവൽപാദ പങ്കജ ചേർന്നുറവൻ തുടങ്ങുന്നു പാർക്കേണം മുഹൂർത്ത മാത്രം ഭവനത്രയും മേ തീർക്കേണം മായാകൃത ബന്ധനം ദയാനിതേ ഭക്തി പൂണ്ട മത്വ ദേഹത്യാഗവും ചെയ്തു മുക്തിയും സിദ്ധിച്ചു ശബരിക്ക് അതുകാലം ഭക്തവത്സലം പ്രസാദിക്കുന്ന അവളെ നീക്കിയെടുത്ത് മുക്തി നീച ജാതികൾക്ക് എന്നാകിലും പുഷ്കര നേത്രം പ്രസാദിക്കുന്നല്ലോ ജന്തുക്കൾക്ക് ദുഷ്കരമായിട്ടുള്ളു വേദരിക്കണം ശ്രീരാമഭക്തി തന്നെ മുക്തിയെ സിദ്ധിപ്പാനും ശ്രീരാമ പാദാംബുജ സേവിച്ചു കൊള്ളുക നിത്യം ഓരോരോ മന്ത്രധ്യാനികൾ കർമാദികളും സന്ധിച്ചു താൻ നാവോദ്ദേശിച്ചാൽ ശ്രീരാമചന്ദ്രനെ ധ്യാനിച്ചു കൊള്ളുക നീ ശ്രീരാമചന്ദ്രം ജപിച്ചിടുക സദാകാലം ശ്രീരാമചന്ദ്ര കേൾക്കുക ചൊല്ലുകയും ശ്രീരാമ ഭക്തനെ പൂജിച്ചു കൊള്ളുകയും ശ്രീരാമ ജഗൽപതയെ മറിച്ചിടും ശ്രീരാമചന്ദ്രനോട് പ്രാപിച്ചിടും രാമരാമേതി ജപിച്ചിടുക സദാകാലം ഭാമിനി ഭദ്രെ പരമേശ്വരിയോടും രാമവൃത്താന്തങ്ങൾ ചെയ്തിട്ട് കേട്ട നേരം ഭക്തിയോടെ വീട്ടും പരവശനായി ശ്രീരാമത്തിങ്കൽ ചിത്തമുറപ്പിച്ചു ജയിച്ചു രുദ്രാണിയും പൈങ്കിളി പൈതനാകും പരമാനന്ദം കൊണ്ടു ശങ്കരം ജയിച്ചോരളെന്ന ഇത്യാദാത്മരമണം ഉമാ മഹേശ്വര സംവാദ ആരണ്യകാന്ഡം സമാപ്തം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.